ഹലോ. അസ്സലാമലൈക്കും. അലൈഹിസ്സലാം വറഹമത്തുള്ള. മൻസൂർ മണ്ണാർക്കാട് എന്ന ആളല്ലേ? അതെ. ആ, അത് പിന്നെ ഉം. നിങ്ങളെ വീഡിയോ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നുണ്ട്. ആ അപ്പൊ ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ ഖുർആനിൽ ഒരുപാട് അത്ഭുത സിദ്ധികൾ പറയുന്നുണ്ടല്ലോ. ആ ഉദാഹരണം, ആദം നബീനെ അള്ളാഹു ഭൂമിയിലേക്ക് ഇറക്കി. ഉം. അത് നമ്മള് എങ്ങനെ അള്ളാഹു ഇറക്കിയത്? അ- അതേപോലെ ഈസാ നബീനെ ആകാശത്തേക്ക് അള്ളാഹു ഉയർത്തി. ഉം. ഇത് എങ്ങനെ അള്ളാഹു ആകാശത്തേക്ക് ഉയർത്തിയത്? ഉം. അതേപോലെ ഉറുമ്പുകൾ സംസാരിച്ചു. ഉം. ഇങ്ങനെ നിങ്ങളിപ്പോ ഒരുപാട് കറാമത്തുകളൊക്കെ ഇങ്ങനെ നിഷേധിക്കുന്ന ഒരാളാണല്ലോ. ആ അത് പരിഹസിക്കുന്ന ഒരാള്. ആ ആ അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുമ്പോ നമ്മളിപ്പോ ഇത് ഖുർആനിൽ നമ്മൾ 100% നമ്മൾ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ. നമ്മളത് വിശ്വസിക്കുന്നു. അതെ. അപ്പൊ ഈ ഖുർആനിലാണ് എന്റെ അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ നമ്മളെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോ ആ ആ ഇങ്ങനെ ഒരുപാട് കറാമത്തുകള്, ആ എന്തെല്ലാം ഖുർആനിലെ കറാമത്തുകൾ നമ്മൾ തീരെ തീരെ വിശ്വസിക്കും. ഇപ്പൊ ഉദാഹരണം, മൂസാ നബി അങ്ങോട്ട് മാറുമ്പോ പിന്നെ കടല് വടികൊണ്ട് അടിച്ചു, ആ അങ്ങോട്ട് പോയി. ആ ബാക്കിയുള്ള രക്ഷത്ത് ഇപ്പൊ നമ്മള് ഖുർആനിൽ വിശ്വസിക്കുന്നതുകൊണ്ട്, ആ. അല്ലെങ്കിൽ നമ്മളെ അള്ളാഹിനെ വിശ്വസിക്കുന്നതുകൊണ്ടല്ലേ ഇപ്പൊ നമ്മളെ വിശ്വസിക്കുന്നത്. അതെ അതെ. അപ്പൊ ഇതിപ്പോ നമ്മള് മനുഷ്യന്മാരോട് പറയുമ്പോ ഇതിപ്പോ വേറെ അത് വിശ്വസിക്കാത്ത ആളുകളോട് പറയുമ്പോ ഇതിപ്പോ അവര് വിശ്വസിക്കോ? ആ ആ ഒരു വടി കൊണ്ട് അടിച്ചപ്പം വലിയ കടല്, പിന്നെ രണ്ട് ഭാഗത്തേക്ക് പിളർന്ന്, ആ കുറച്ചാൾക്കാര് രക്ഷപ്പെട്ട്, ആ കുറച്ചാൾക്കാര് പിന്നോട്ടായി. ആ ആ ആ ഇങ്ങനെ ആ നിങ്ങള് ആദ്യം നിശ്ചയിക്കുകയാണെങ്കിൽ നമ്മള് ശരിക്കും നിശ്ചയിക്കുകയാണെങ്കിൽ നിങ്ങള് ഖുർആൻ തന്നെ നിങ്ങൾ തള്ളു ഇക്കൊല്ലത്ത് പോയാല്. ആ അങ്ങനെ സംഭവിക്കാനും സാധ്യത ഉണ്ട് അല്ലേ? ആ, അതിപ്പോ നിങ്ങളെ പേര്? എന്റെ പേര് അലീന. അലി. ആ, ആ അലി. നിങ്ങളെ എവിടുന്നാ വിളിക്കണു? ഞാൻ ഇവിടെ തിരൂര്. തിരൂര്. ആ ആ ഇവിടെ മലപ്പുറം അല്ലേ? ആ, അതെ അതെ. ആ അലി സഹോദരൻ. ആ അലി 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 ചോദിച്ചതിപ്പോ പിന്നെ ചിന്താവഹമായ ഒരു കാര്യം തന്നെയാണ്. ആ, അപ്പോ നിങ്ങളിപ്പോ പറഞ്ഞത്, ഞാനിപ്പോ സാമ്പിള് അതെ പറഞ്ഞിന്നുള്ളൂ. അതെ, നിങ്ങൾ പറഞ്ഞപ്പോ സാമ്പിള് എന്നുള്ളത് ഇപ്പോ ആ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ആകാശത്ത് നിന്നും ഭൂമിയിലേക്ക് ഇറക്കിയത്, സ്വർഗ്ഗലോകത്ത് ആ ആകാശത്ത് നിന്ന് പിന്നെ ആ, സ്വർഗ്ഗലോകത്തേക്കും സ്വർഗ്ഗത്തു നിന്ന് പിന്നെ ഭൂമിയിലേക്കും ഇറക്കിയതും, അതേപോലെ ഭൂമിയിലേക്ക്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ആകാശത്തേക്ക് ഉയർത്തിയതും ഒക്കെ കറാമത്താന്നാ അപ്പൊ നിങ്ങൾ പറഞ്ഞത്. നമ്മളിപ്പോ അറബിയില് നമ്മൾ എന്ത് ചെയ്യും? മുജിസത്ത് എന്ന് പറയും. അല്ല, അങ്ങനെ അത് സംഭവം. അത് ആ അത് മുഅ്ജിസത്തോ കറാമത്തോ? നിങ്ങൾ നേരത്തെ ഇപ്പൊ പറഞ്ഞത് കറാമത്ത് എന്നാണ്. ആ, ആരെ കറാമത്താ ഇതിപ്പോ അപ്പൊ ഇത്? നമ്മളിപ്പോ എന്ത് പറയും? നമ്മള് അമ്പിയാക്കന്മാർക്കാകുമ്പോ നമ്മളിത് മുജിസത്ത് എന്ന് പറയും. അല്ലേ അല്ലേ ഔലിയാക്കൾക്കാകുമ്പോ കറാമത്തല്ലേ നമ്മള് രണ്ടും പറയും. ഇത് ഖുർആൻ പിന്നെ മുജിസത്തും കറാമത്തും ഒക്കെ രണ്ടും ഖുർആനിലുണ്ടല്ലോ. അല്ലേ അലിക്കാക്കോ, ഞാൻ ചോദിച്ചത് എന്താണെന്നറിയോ? ആ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ആ സ്വർഗ്ഗലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് ആ ഇറക്കിയതും, ആ, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ഈ ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് ഉയർത്തിയതും അത് കറാമത്താണോ മുഅ്ജിസത്താണോ? അത് മുജിസത്ത് എന്ന് നമ്മൾ പറയും. അതെ. ആ ആ ആ ആ, ആ ആ ആ. സംഭവം രണ്ടും തന്നെ ഒരു ഏകദേശം ഒന്നാണ്. അല്ല സംഭവം അല്ല നമ്മള് അല്ല അമ്പിയാക്കന്മാര്, അല്ല നമ്മള് മുസ്ലിങ്ങളായതുകൊണ്ട് എന്ത് ചെയ്യും? അല്ല എനിക്കൊരു അമ്പിയാക്കന്മാർ മുജത്ത് പേര് പറയുന്നത് സംഗതി രണ്ടും ഒന്നല്ലേ. ഇപ്പൊ അലിയാക്കോ, ഖുർആനിൽ രണ്ടും ഉണ്ടല്ലോ, അതാ ആ ചോദിക്കുന്നത്. അലിക്കാക്കോ, ആ, ഞാൻ ഏത് മുഅ്ജിസത്താണ് ഇന്നേ വരെ നിഷേധിച്ചിട്ടുള്ളത്? അല്ല, നിങ്ങളിപ്പോ മുജത്ത് നിഷേധിച്ചെന്നല്ല ഞാൻ പറയണത്. ഞാൻ ഇപ്പൊ നിങ്ങള് നിഷേധിച്ചൊരു കാര്യം പറയോ നിങ്ങള്? അല്ല, നിങ്ങളിപ്പോ ഉദാഹരണം ഓരോ ഔലിയാക്കന്മാർ അങ്ങനെ അങ്ങനെ കറാമത്ത് ഉണ്ട്, ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇല്ല. ഞാൻ എന്താണ് അതല്ല കാക്കോ ഔലിയ എന്ന് പറഞ്ഞാല്? ഔലിയ എന്ന് പറഞ്ഞാൽ അള്ളാന്റെ ഇഷ്ടദാസനല്ലേ. ഇഷ്ടദാസനെ ആ, അല്ല ഇഷ്ടപ്പെട്ടുക്കണു എന്നുള്ളത് നമ്മളാണോ തീരുമാനിക്കുക, അള്ളയാണോ തീരുമാനിക്കുക? അത് ചില അടയാളങ്ങൾ കൊണ്ട് നമുക്ക് തിരിയും. ഇപ്പം എന്താ ഒരടയാളം? അല്ല ഇപ്പൊ ഒരാളെ ഇഷ്ടപ്പെട്ടു ഉദാഹരണം, എന്നുള്ളതിനുള്ള ഒരടയാളം ഒന്ന് പറഞ്ഞു തരുമോ? ഏഹ്, അല്ല ഒരാളെ ഇഷ്ടപ്പെട്ടു എന്നുള്ളതിന്റെ ഒരടയാളം. ആ, ഉദാഹരണം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അള്ളാഹ് ഇഷ്ടപ്പെടുന്ന നമ്മൾ പറയുന്നില്ലേ? അബൂബക്കർ ഒരു സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ അള്ളാഹു ഇഷ്ടപ്പെട്ടു എന്ന് വഹീന്റെ കയ്യൊപ്പോട് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു. ആ 100ക്ക് 101% മൻസൂർ ഉം മണ്ണാർക്കാട് അത്
ഉൾക്കൊള്ളുന്നു. ഉൾക്കൊള്ളുന്നു, മനസ്സിലാക്കുന്നു, ആ അംഗീകരിക്കുന്നു. എവിടെയെങ്കിലും ഉദാഹരണം ഞാനിത് ഒരു മിനിറ്റ് കാക്കോ, ആ എവിടെയെങ്കിലും മൻസൂർ മണ്ണാർക്കാടിന്റെ ആയിരക്കണക്കിന് വീഡിയോയിൽ ഒരെണ്ണം കാണിച്ചു തരുമോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഔലിയ അല്ല എന്ന് ഞാൻ ആ പറഞ്ഞു എന്ന് ഇല്ല. എവിടെയെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ? നിങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല. ഞാൻ ഇന്ന് ചോദിക്കണത് അതല്ല. പറഞ്ഞോളെ, ഞാൻ ഏത് ആ ഔലിയാനെ നിഷേധിച്ച് നിങ്ങൾ പറഞ്ഞോളെ. അത് നിശ്ചയിച്ചിട്ടില്ല. ഞാൻ ചോദിച്ചത് ഉം. റസൂലുള്ളാന്റെ കാലശേഷമല്ലേ ഇപ്പൊ ഏതെങ്കിലും ഒരാൾ നിങ്ങൾ ഔലിയ നിങ്ങൾ വിശ്വസിക്കുവോ? അത് നിങ്ങൾ റസൂലുള്ളാഹി റസൂലുള്ളാന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കാലശേഷവും ഔലിയാക്കൾ അള്ളാഹുവിന്റെ ഔലിയാക്കൾ ഈ ലോകം ഇവിടെ നിലനിൽക്കുന്ന കാലത്തോളം ഈ ഭൂമിയുടെ സ്പന്ദനത്തിന്റെ ഭാഗമായിക്കൊണ്ട് ആ അള്ളാഹുവിന്റെ ഔലിയാക്കൾ ഇവിടെ ഉണ്ടാകും. ഉണ്ടാവും. ഒരു ആ സംശയമല്ല. ഔലിയ ഞാൻ അത് ശരി. നിഷേധിച്ചു നിങ്ങൾക്ക് ആ പറയാൻ കഴിയോ? ഇല്ലില്ല. ആ ഔലിയാക്കൾക്ക് അത്ഭുത സിദ്ധികൾ ഉണ്ടാവോ? നമ്മള് മനുഷ്യ കൈവിൽ പെടാത്ത അത്ഭുത സിദ്ധികൾ ഉണ്ടാവോ? അത്ഭുത സിദ്ധികൾ ഉണ്ടാകൂലേ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. ആ ആ അത്ഭുത സിദ്ധികളുടെ പേരെന്താണ്? നമ്മൾ അത്ഭുത സിദ്ധിക്ക് നമ്മൾ അറബിയിൽ കറാമത്ത് എന്ന് പറയും. ആ കറാമത്തിന്റെ നിങ്ങള് ഉം. നിസാമി അല്ലേ, അലി ഹസൻ? അതെ അതെ. അപ്പോൾ അലി ഹസൻ നിസാമി എന്ന് പറയുന്ന കിതാബ് ഓതി പഠിച്ച ഉസ്താദെ, കറാമത്തിന്റെ മലയാളത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു ഒരു ഡെഫിനിഷൻ എന്താണ്? അതായത് അസാധാരണ ഔലിയാക്കളിൽ നിന്ന് അസാധാരണമായി ഉണ്ടാകുമ്പോ അതിന് നമ്മൾ കറാമത്ത് എന്ന് പറയും. ഞാൻ ചോദിച്ചതിന് ഉസ്താദ് മറുപടി പറഞ്ഞില്ല. അതെ. അതായത് കറാമത്ത് എന്ന അറബ് വാക്കിന് മലയാളത്തിൽ നൽകാവുന്ന ഏറ്റവും ആപ്റ്റായ ഡെഫിനിഷൻ എന്താണ്? ഒരു കഴിവ് നമ്മൾ പറയും അല്ലേ? കറാമത്തിന് കഴിവ് എന്ന് ഏത് അടിസ്ഥാനത്തിലാണ്? നിങ്ങൾ ഒന്ന് അർത്ഥം വെച്ച് തന്നാണേ. നമ്മളിപ്പോ കറാമത്ത് എന്ന് പറഞ്ഞാൽ ആ കറാമത്ത് ശരിക്കുള്ള പദം ഞാൻ പിന്നെ ആദരവ് ബഹുമാനം എന്നൊക്കെയാണ് പറയാ. അതല്ല മതി ഇത്രയുള്ള ഉസ്താദെ, ഇത് മനസ്സിലാക്കിയത് കൊണ്ടാണ് എന്താണ് കറാമത്ത് എന്നും എന്താണ് ജഹാലത്ത് എന്നും നമ്മൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കറാമത്ത് എന്നുള്ളത് അള്ളാഹുവിന്റെ ഇഷ്ടദാസർക്ക് നൽകുന്ന ഒരു ആദരവാണ്, അതിലൊരു സംശയമില്ല. ശരി. അപ്പൊ ഈ ആദരവും ബഹുമാനം അല്ല കൊടുക്കുമ്പോ ചില അവർക്ക് ഉണ്ടാവുക ഞാൻ ചോദിക്കണത്. അത് ഏത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത്? ഏതെന്നല്ലേ നമ്മൾ അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകൾക്ക്, അതായത് സാധാരണ മനുഷ്യന്മാർക്ക് കഴിയാത്തത് കഴിയുമെന്ന്. ഇപ്പൊ ഉദാഹരണം നമ്മള് ഇന്നലെ ഖുറാനിൽ തന്നെ ഒരുപാടുണ്ടല്ലോ. അതായത് ബിൽക്കിസ് രാജ്ഞിയുടെ കൊട്ടാരം കണ്ണ് ചിമ്മി തുറക്കും മുമ്പ് കൊണ്ടുവന്നു പറഞ്ഞു അല്ലേ? അത് ഇപ്പൊ നിങ്ങൾ ചോദിക്കണം, അത് പിന്നെ ഇപ്പൊ നിങ്ങൾ ഞാനിപ്പോ ഖുറാനിലെ വിശ്വസിക്കൊണ്ട് പറയും അത് നമ്മൾ അപ്പടി വിശ്വസിച്ചു. ഇത് നമ്മൾ ചോദിക്കുകയാണ് കറാമത്തും വിജയത്തും വിശ്വസിക്കാത്ത ഒരാൾ ചോദിക്കാണ് ഏത് സൂപ്പർ സോണിക് വിമാനത്തിലാണ് അത് കൊടുക്കുന്നത്, ഏത് ട്രെയിലറിലാണ് അത് കൊടുക്കുന്നത്, ഒരു മിനിറ്റ് കൊണ്ട് ഇതൊക്കെ വിട്ടിട്ടെന്നല്ല പറഞ്ഞാല് അപ്പൊ എന്താ ചെയ്യാ? അത് വിഡിത്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ചെയ്യാന്നുള്ളത് അതിന്റെ തഫ്സീറിൽ തന്നെ അത് വ്യക്തമായിട്ട് ഏറ്റവും കൂടുതൽ മുഫസ്സിരീങ്ങൾ അത് വ്യക്തമാക്കിയിട്ടുള്ളത് അത് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമെ തന്നെയാണ് എന്നുള്ളതാണ്. അത് നിങ്ങൾ അങ്ങനെ ഒരു അഭിപ്രായം അങ്ങനെ ഞാൻ എന്റെ അഭിപ്രായമല്ല, ഞാനത് തഫ്സീറിൽ ഏറ്റവും കൂടുതൽ മുഫസ്സിരീങ്ങൾ കൊടുത്തിട്ടുള്ളത് അത് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമെ തന്നെയാണ് എന്നുള്ളതാണ്. അല്ല അങ്ങനെയല്ല എന്നുള്ളത് നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തഫ്സീർ അതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അതവിടെ നിൽക്കട്ടെ. സുലൈമാൻ ഞാൻ ചോദിക്കുന്നത് ആരാണ് ആ രാജ്ഞിയുടെ സിംഹാസനം ഇങ്ങോട്ട് കൊണ്ടുവരിക? അപ്പൊ ഇഫ്രീത്ത് പറയുന്ന ആ ഒരു ടൈമിനേക്കാൾ കൂടുതൽ വേഗത്തിൽ കൊണ്ടുവരാം എന്ന് പറയുന്നത് ഞാൻ കൊണ്ടുവരാം ഈ മക്കാമിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന്. അതായത് അതിന്റെ തഫ്സീറിൽ തന്നെ പിന്നെ ചോദിക്കുന്നത് അതിനേക്കാൾ സ്പീഡിൽ ആരെ കൊണ്ടുവരാം. അപ്പോഴാണ് ആസഫിന് വർക്ക് ചെയ്യുക. അങ്ങനെയും അങ്ങനെയുണ്ട്. അല്ലാത്തൊരു അഭിപ്രായമുണ്ട്, അത് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമ തന്നെയാണ് എന്നുള്ളതുകൊണ്ട്. ഭൂരിഭാഗം പറയുന്നത് ആസഫിന് വർക്ക് പറഞ്ഞ് കണ്ണ് ചിമ്മി തുറക്കുമ്പോ ഞാൻ കൊണ്ടുവരാം. അത് നമുക്ക് മനസ്സിലായത് എങ്ങനെ ഉസ്താദ്? നമുക്ക് കിതാബുകളിൽ നിന്ന് ഗ്രന്ഥങ്ങളിൽ നിന്ന് മനസ്സിലായി. നമ്മൾ അവിടെ നിൽക്കുക എന്നുള്ളതാണ്. അതെ, നമ്മളവിടെ നിൽക്കുകയാണ്. അപ്പൊ ഇതൊക്കെ എന്താണ്? ഇത് ഞാനും നിങ്ങളും ഖുർആനിൽ വിശ്വസിക്കുന്നോണ്ട് ഇത് വിശ്വസിച്ച്. പക്ഷെ ഇങ്ങനെ നിങ്ങൾ കറാമത്ത് നിങ്ങളിപ്പോ സി എം മടവൂരിന് കറാമത്ത് ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, അങ്ങനെയുള്ള ആളുകൾ പറയുന്ന ഒരുപാട് കറാമത്തുകൾ. ഒരു മിനിറ്റ് ഈ സി എം ഞങ്ങൾ അവിടേക്ക് കൊടുന്നു വെച്ചപ്പോഴത്തിന് പിന്നെ അത് കംപ്ലീറ്റ് ഇത് പാൽപായസത്തില് പിട്ടിളക്കിയ പോലെ ആക്കല്ലേ നിങ്ങള്. നമ്മളിപ്പോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല, അള്ളാഹുവിന്റെ ഒരു പ്രവാചകന്റെ ഏറ്റവും വലിയ മുഅ്ജിസത്തിനുടമയായ ഒരു പ്രവാചകനാണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദർബാറിൽ ഉണ്ടായ ഒരു സംഭവം നമ്മളോട് പറയുന്നത് ആരാണ്? ഖുർആൻ പറയാന്ന് പറഞ്ഞാല് അത് അള്ളാഹുവിന്റെ കലാമാണ്.
അള്ളാന്റെ കലാമാണ്. അത് നമ്മൾ വിശ്വസിച്ചേ പറ്റുള്ളൂ. അത് നമ്മൾ അതെ വിശ്വസിച്ചേ പറ്റുള്ളൂ. അള്ളാഹു ആണ് അറിയിക്കണേ. ഇനി ഈ അതെ. സിഎമ്മിന്റെ കാര്യം ആരെങ്കിലും നിങ്ങളടുത്ത് പറഞ്ഞെന്ന്? സി എമ്മിന്റെ കാര്യം അവിടെ ആളുകളിൽ നമ്മൾ കേട്ടതാണ്. ഞാൻ പറഞ്ഞത് ഇപ്പൊ ആ ഉദാഹരണം സി എമ്മിനെ പറ്റി ഒരു കറാമത്ത് പറഞ്ഞു. ഉം ഒരു ചിലപ്പോ അത് തീരെ ഇല്ലാതിരിക്കട്ടെ. ഉം ഏഹ് ഉം പക്ഷെ അത് വിശ്വസിക്കുന്നവർക്ക് വിശ്വസിച്ചാൽ മതി, എല്ലാത്തിനും തള്ള. എന്ന് കരുതി ഇതിപ്പം പിന്നെ ഇത് തീരെ സംഭവിക്കാൻ പറ്റുന്നത് മനുഷ്യർക്ക് ഉണ്ടാകാൻ പറ്റാത്തതാണ് എന്നൊന്നും ഇപ്പൊ നമുക്ക് പറയാൻ പറ്റൂല. ഒരു ചിലപ്പോ മനുഷ്യനിക്ക് ഉണ്ടാവാം, അല്ല ഉണ്ടാകാതിരിക്കാം. അല്ല അല്ല ആ, ആ, അല്ല എങ്ങനെ അറിയോ? എങ്ങനെ ആ, അറിയോ? സി ആ, എമ്മിനെ കുറിച്ച് സി എം ഔലിയാണെന്നുള്ളത് തന്നെ ആ, പിന്നെ പറയേണ്ടവൻ അള്ളാഹു ആണ്. അല്ലാണ്ട് ആ. അടയാളത്തിനനുസരിച്ച് അടയാളങ്ങൾ നോക്കിയിട്ട് ഔലിയാനെ തിരിച്ചറിയാനൊന്നും ഇസ്ലാമിക ലോകത്ത് അള്ളാഹുവിന്റെ ഹബീബ് ഒരു മാനദണ്ഡവും പറഞ്ഞു തന്നിട്ടില്ല. ഇപ്പൊ ഇവിടെ കേരളത്തിലുള്ള സുന്നി മുജാഹിദും രണ്ടു കൂട്ടർ ഇപ്പൊ സുന്നി മുജാഹിദ് മുജാഹിദ് നിങ്ങൾ അല്ല അല്ല പറയരുത്. അല്ല പറഞ്ഞേക്ക്. ഈ സുന്നി മുജാഹിദ് നിങ്ങൾ പറയുന്നുണ്ട് ഉം ഇപ്പൊ മൗലവി വലിയായിരുന്നു ഏത് എഴുതിയിട്ടുണ്ട്. മുജാഹിദ്? മുജാഹിദിന്റെ ബുക്കിൽ എഴുതിയിട്ടുണ്ട് ആ മൗലവി മുജാഹിദ് വലിയായി. നോണാർന്നു. നിങ്ങൾ ഏഹ് സി എമ്മിനെ ഏറ്റിയ പോലെ ആ മുജാഹിദ് നോണാർന്നു. എന്താണ് ആ അപ്പൊ ഔലിയ എന്ന് പറഞ്ഞാല്? പിന്നെ ഉദാഹരണം വേറൊന്ന്, ഉം ഉം അതുപോലെ വെളിയങ്കോട് ഉമർ മൗലവി മരിച്ചപ്പോ ഉം ആര് പറഞ്ഞു മുജാഹിദ് പാടുണ്ട് സ്വർഗത്തിലേക്ക് കുതിച്ച ഹോ ചേതന. ഒരു ഉദാഹരണം അപ്പൊ കാര്യം ഈ ചെയ്യും. ഉമർ മൗലവി മരിച്ചപ്പോ സ്വർഗത്തിൽ കുതിക്കുന്നത് ആരാ കണ്ടത്? അതൊക്കെ എഴുതി വെച്ചവനോട് ആരാ പോയി വീഡിയോ ചോദിച്ചു എടുത്തത്? സാ. ആ അതൊക്കെ എഴുതി വെച്ചവനോട് പോയി ആ ചോദിക്കുക. അങ്ങനെ എഴുതി വെച്ച് ഗുണിച്ചെങ്കിൽ ആ അതും അംഗീകരിക്കാൻ പറ്റൂല. അല്ല ആ അത് ഞാൻ അംഗീകരിച്ചു എന്ന് എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ലില്ല. ഉം. അതുപോലെ പിന്നെ ഉമർ മൗലവി ജീവിക്കുമ്പോ സ്വർഗം കയ്യിൽ ഒതുക്കി ജീവിച്ചു. നിങ്ങളിപ്പോ ഈ അല്ല പറഞ്ഞുകൊണ്ടിരിക്കണൊക്കെ അങ്ങനെ അപ്പൊ ഞാൻ പറഞ്ഞ അല്ല. സുന്നികളും ഉമർ പറയുന്നുണ്ട് ചില. മൗലവി ആ റഹിമഹുല്ല എന്ന് പറയുന്ന ആ ഒരു കാലഘട്ടത്തിന്റെ ഒരു ആ പണ്ഡിത ശ്രേഷ്ഠനായിരുന്ന ഒരാള്. ആ ആ ആ ആള് ഇവിടെ തൗഹീദ് പ്രചരിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തില് അദ്ദേഹം ആ സൗദി അറേബ്യയിലൊക്കെ കുറെ കാലം പ്രവർത്തിച്ചതാണ്. അതിനുശേഷം ഇവിടെയും പ്രവർത്തിച്ചിട്ടുണ്ട്. മൂപ്പര് ആ ഒരു ഔലിയാണ്, മൂപ്പര് സ്വർഗത്തിൽ ഉറപ്പാണെന്നൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ തെറ്റാണ്. ആ മൂപ്പർക്ക് കറാമത്ത് ഉണ്ട് എന്ന് പറഞ്ഞാലോ മൂപ്പര് ഔലിയാണോ അല്ലേ എന്നുള്ളത് ആ തീരുമാനിക്കേണ്ടവൻ ആ ആരുടെ ഔലിയ? അള്ളാഹുവിന്റെ ഔലിയല്ലേ ഉസ്താദെ? ആ അതെ അപ്പൊ അള്ളയാണ് തീരുമാനിക്കേണ്ടത്. വഹി നിലച്ചു പോയിട്ടുണ്ട്. ആ അതെ. അപ്പൊ അത് നമുക്ക് അപ്പൊ അറിയാൻ കഴിയില്ല. അപ്പൊ അത് എനിക്ക് പോട്ടെ. അത് പറയാനുള്ളത് അത് വെച്ചാല് അത് ഞാൻ അത് ഒരു കാര്യം കൂടി, അതായത് ഇപ്പൊ സുന്നിയും ഇപ്പൊ മുജാഹിദ് കണ്ട ഞാൻ ഇത് രണ്ടും ഞാൻ സംസാരിക്കും, ബാക്കിയൊക്കെ ഞാൻ പുറത്ത്. ഈ ഒരു സുന്നിയും മിനിറ്റ്. ഈ മുജാഹിദായാലും സുന്നി മുജാഹിദും മുജാഹിദുകളും ഒരുപാട് മുജാഹിദ് പണ്ഡിതന്മാരെ പറ്റി ഇല്ലാത്ത പോലീച്ചകൾ നല്ലോണം പറയുന്നുണ്ട്, സുന്നികളും പറയുന്നുണ്ട്. ഏഹ് ഞാൻ അതായത് ഞാന് ഞാന് ആ ഞാനേ ഞാനേ ആ ഈ സി എമ്മിനെ പോലെ ആ ഒരു മനുഷ്യ ആ ആ ഒരു ലെവലിലേക്ക് ഒരു മനുഷ്യനെ കൊണ്ടെത്തിച്ചത് വേറെ ഒരാളും പറയുന്നത് കേട്ടിട്ടില്ല. അങ്ങനെ പറയണ്ടെന്ന് ആ നിങ്ങൾ പറഞ്ഞോളി, ഞാൻ വീഡിയോ ചെയ്യും. ആ എനിക്ക് മുജാഹിദ് എന്ന് പറയുന്നതും പിന്നെ നിങ്ങൾ സുന്നി എന്ന് പറയണ്ട. ഒരു മുജാഹിദ് സംഘടനക്കാരും സമസ്ത സംഘടനക്കാരും ഇത്രേ ആ ഉള്ളൂ. അത് അല്ലാണ്ട് ആ മുജാഹിദ് എന്ന് പറയുന്ന ആ ഒരു റേഞ്ചിലേക്ക് അങ്ങനെയും പിന്നെ പറയാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെ ആ നിങ്ങളെ സുന്നി എന്ന് പറയാനും ഉദ്ദേശിച്ചിട്ടില്ല. അതെ സമസ്ത. ആ അപ്പൊ ഈ രണ്ട് ആ കൂട്ടരും ആ അതില് ഈ മുജാഹിദ് സംഘടനക്കാര് അവര് ആ തൗഹീദ് പറയുന്നുണ്ട്. ആ നിങ്ങൾ തൗഹീദ് പറയുന്നില്ല. നിങ്ങൾ ഈ ഷിർക്കും ബിദത്തും മാത്രം പ്രൊമോട്ട് ചെയ്യുന്നു. അത് പറയാൻ പാടില്ല. ആ തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാനെ എന്താ നിങ്ങൾ പറയും? മാത്രം വിശ്വസിക്കുക. ഇലാഹ് അള്ളാഹ് മാത്രം, റബ്ബ് അള്ളാഹ് മാത്രമേ ഉള്ളൂ. ആ അള്ളാനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ. എന്താ ഒരാൾ ഇബാദത്ത് ഉസ്താ? സുന്നി ആയാലും ഞാൻ പറയും മുജാഹിദ് ആയാലും രണ്ടു കൂട്ടരും ഇവിടെ മുസ്ലിങ്ങളാണ്, ഏകദൈവ വിശ്വാസികളാണ്. അള്ളാനെ മാത്രം ആരാധിക്കാൻ പാടുള്ളൂ എന്ന് വിശ്വസിക്കുന്ന രണ്ടു കൂട്ടരും ഞാൻ പറയുന്നത്. എന്താണ് ആരാധന? ആരാധന എന്ന് പറഞ്ഞാൽ എന്തും ഈ ആരാധന ആക്കുക, അതൊക്കെ സമർപ്പിക്കേണ്ടത് അള്ളാഹ്ക്ക്. അല്ല, ആ എന്തും ആരാധന ആക്കാം. ആ എന്താണ് ആരാധന? ഇബാദത്ത് എന്താണ്? നിങ്ങൾ മനസ്സിലാക്കിയ ഇബാദത്ത് എന്താണ്? ഇബാദത്ത് പറഞ്ഞപ്പോ നമ്മൾ നിസ്കാരം ഒരു ഇബാദത്താണല്ലോ. ആ ദിക്ർ അല്ല ഒരു ഇബാദത്താണല്ലോ. അതാണ് നമുക്ക് പറ്റിയ ഫാൾട്ട് ഉസ്താദെ. പിന്നെന്താ? ഈ നിസ്കാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിന് ലഭിക്കുന്നത് എത്ര വർഷം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബൂവത്തിന്റെ എത്രാം വർഷത്തിലാണ് നിങ്ങൾക്കറിയോ? അത് റസൂൽ വഫാത്താവുന്നതിന്റെ 5-8 കൊല്ലം മുമ്പല്ല ഇപ്പൊ ഈ ഇങ്ങനത്തെ ഉള്ള നിസ്കാരം നിർബന്ധമായിട്ടുള്ളൂ. അപ്പൊ ആ അതുവരെയും ആ സ്വഹാബത്തിന് അള്ളാഹുവിന്റെ ഹബീബ് നൽകിയ ഇബാദത്ത് എന്തായിരുന്നു? ചിലപ്പോ സുജൂദ് ഉണ്ടാവും. ആ ചിലപ്പോ സുജൂദ് ഉണ്ടാവും എന്നൊക്കെ അല്ലെങ്കിൽ പറഞ്ഞിട്ട് അള്ളാഹുവിനെ നിങ്ങൾ നിസാമി ബിരുദം ഹൈദരാബാദിൽ നിന്ന് എടുത്ത നിസാമി ബിരുദം തന്നെയല്ലേ? അതെ നിങ്ങൾ അള്ളാഹനെ എത്ര കൊല്ല ദർസ് ഓതിക്കണു ഉസ്താ? ഞാൻ 5-8 വർഷം ഓടിക്കുന്നു. 5-8 വർഷം. അൽഹംദുലില്ലാ. പക്ഷെ അത് ഫലമില്ലാണ്ട് പോവുകയാണല്ലോ. മുജാഹിദിന്റെ കോളേജിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. മുജാഹിദിന്റെ കോളേജിൽ പഠിച്ചു എന്നുള്ളത് ഒരു ക്വാളിറ്റി അല്ല. പിന്നെ അള്ളാന്റെ ഖുർആനും സ്വഹീഹായ ഹദീസും ആസാറു സഹാബയും പഠിക്കാതെ എന്തെന്നെ പഠിച്ചിട്ടും കാര്യമില്ല എന്നുള്ളൊരു പക്ഷക്കാരനാണ് ഞാൻ. ഇവിടെ ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജാറ സംസ്കാരം സ്വഹാബത്തിനെ നിഷിദ്ധമാക്കിക്കൊണ്ട് പഠിപ്പിച്ച ഇബാദത്ത് എന്താണ് ഉസ്താദെ? ഒന്ന് പറഞ്ഞു തരും.
എന്നെ പോലുള്ള സാധുക്കൾക്ക് പറഞ്ഞു തരേണ്ടവരാണല്ലോ നിങ്ങൾ ഈ 5-8 കൊല്ലം സർഫുൻ നഹവും മുതൽ പഠിച്ചു തുടങ്ങിയിട്ട് പിന്നെ കോളേജിൽ പോയിട്ട് ബിരുദം എടുത്തിട്ട് അത് ഈ ഹൈദരാബാദത്തെ ഇതില് 6 മാസത്തെ കോഴ്സിൽ ഓൺലൈനിൽ ബിരുദം എടുക്കുന്ന പരിപാടി ഉണ്ട്. അതാണോ നിങ്ങൾ എടുത്തിക്കണത്? അതെന്തേലും ആവട്ടെ, അത് നമ്മൾ സംസാരിക്കാം. പിന്നെ അല്ല, അത് സംസാരിക്കണം, അത് ഞാൻ സംസാരിക്കണം. സുന്നി നിങ്ങൾ കോളേജിലും എന്നെ പഠിച്ചു, മുജാഹിദ് വിളിച്ചിട്ട് കോളേജിൽ ഞാൻ പഠിച്ചു. നിങ്ങൾ ഏത് മുജാഹിദ് കോളേജിലാണ് പഠിച്ചത്? ഞാൻ വളവന്നൂർ അൻസാർ അറബി കോളേജില്. അൻസാർ അറബി കോളേജില്. അവിടുത്തെ പ്രിൻസിപ്പാളിന്റെ പേരെന്ന് പറയും ഉസ്താ? അപ്പൊ ഞങ്ങൾ അല്ല, അവിടുത്തെ പ്രിൻസിപ്പാളും ഞാനും നല്ല സൗഹൃദത്തിലുള്ള ആളാണ്. പേര് പറഞ്ഞു. ഇപ്പത്തെ പ്രിൻസിപ്പാള് ഞാൻ പഠിച്ച 28 കൊല്ലമായിട്ട് അവിടെ ഉണ്ടായിരുന്ന പ്രിൻസിപ്പാളിന്റെ പേര് യൂസുഫ് സക്കർ സാഹിബ്. യൂസുഫ് സക്കർ സാഹിബ്. അപ്പളേ മൂസ സലായിനെ അറിയാം? മൂസ സലായിനെ അതൊന്നും അവിടുത്തെ പ്രിൻസിപ്പാളല്ല. അത് പോട്ടെ. നമ്മളെ വിഷയം ശരി. അപ്പൊ ഉസ്താദെ ഞമ്മക്ക് പഠിച്ചത് എവിടെ അറിയോ? ഞമ്മക്ക് എന്ന് പറഞ്ഞാല് ഇവിടെ ഇന്ന് മുസ്ലിമിന്റെ ഇസ്ലാമിന്റെ ആഗോള അല്ലെങ്കിൽ ഒരു മൊത്ത വ്യാപാരം നടത്തുന്ന ആളുകൾ പറയുന്നു, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന ദീനിലെ എന്താണ് ഇബാദത്ത് എന്ന് ചോദിച്ചാല് അതിനിപ്പോ ഈ സമസ്തക്കാരാണെങ്കിലും ഈ മുജാഹിദ് സംഘടനകളാണെങ്കിലും അവരൊക്കെ പറയണു പിന്നെ വിനയവുമാണ് ഇബാദത്ത് നമ്മൾ പറയും. അക്സാകായത്തിൽ ആ ദുആന്റെ ആ ഒരു ഇതൊക്കെ നമുക്ക് സംസാരിക്കാം. ഉസ്താദിന് എനിക്ക് കിട്ടിയത് അൽഹംദുലില്ലാ, ഇന്ന് രാവിലെ തന്നെ കിട്ടിയത് അൽഹംദുലില്ലാ, അത്രേ ഉള്ളൂ ഞാൻ പറയണേ. ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാറത്തിലേക്ക് പോകുന്നത്, അതായത് ഖബറിനടുത്ത് പോയി സിയാറത്ത് ചെയ്യൽ പോലും നിഷിദ്ധമാക്കിക്കൊണ്ട് സച്ചരിതരായ ആദ്യ ബാച്ച് വിദ്യാർത്ഥികളായ സച്ചരിതരായ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത ആ ഇബാദത്ത് എന്താണ്? ഖബർ പഠിപ്പിച്ചു. ഖബർ സിയാറത്ത് പോലും നിഷിദ്ധമാക്കിക്കൊണ്ട് ആദ്യത്തെ കർമ്മപരമായിട്ടുള്ള ഇബാദാത്തുകൾ, റിസാലത്തിലെ ഇബാദാത്തുകളായ നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ഇതൊക്കെയാണല്ലോ ഇപ്പൊ ഇബാദത്ത് എന്നും പറഞ്ഞിട്ട് നമ്മള് മുൻപന്തിയിൽ കൊണ്ടു നടക്കുന്ന സാധനം. നമ്മളുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്, അത് നമ്മളുടെ ആ ഒരു ആദർശം, അതാണ് നമ്മളുടെ അമാനത്ത്. അതിലുള്ള ഈ നിസ്കാരം വരുന്നതിന് മുമ്പുള്ള ഇബാദത്ത് എന്താണ്? നിസ്കാരം ആദ്യ നബിന്റെ കാലം മുതല് റസൂലുള്ളാഹിന്റെ കാലം വരെ ഈ നിസ്കാരം ഇല്ലല്ലോ. പക്ഷെ അവർക്കനുസരിച്ച് അങ്ങനെ പറയരുത്. നിസ്കാരമൊക്കെ പല പ്രവാചകന്മാർക്കും നിസ്കാരമുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലത്തൊക്കെ നിസ്കാരം അല്ല. ഇന്ന ഉസ്താദ് പറയും എന്തായിരുന്നു നമുക്ക് ഈ സൊല്ലു കമാർ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിച്ചോ അങ്ങനെ അല്ലേ. നിങ്ങൾ പെട്ടു, നിർത്തിക്കോളി. അതായത് ഇവിടെ ഉള്ള ഫാൾട്ട്, ഇവിടെ കണ്ട ആൾക്കാരെയൊക്കെ ഔലിയാക്കളാക്കിയിട്ട് അവരിൽ തവക്കുല് ചെയ്തുകൊണ്ട്, തവക്കുല് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലാതെ നമ്മൾ ഇനിയിപ്പോ എന്താവുന്നറിയോ, ഇത് യൂട്യൂബിൽ വന്നാൽ ആൾക്കാർ പറയും ഇന്റെ ആളാണ് നിങ്ങൾ എന്ന് പറയിട്ടില്ലേ, നിങ്ങൾ പൊന്നാനിക്കാരൻ അലിയാസൻ നിസാമിയാണ് എന്നുള്ളതൊന്നും കൂടി ഒന്ന് ഈ ആളുകളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായിട്ട് ഒരു കർമ്മപരമായിട്ട് ഇസ്രാ മിഅ്റാജിന്റെ ആ രാവ് പോയി വന്നതിന് ശേഷം സഹാബാക്കളോട് നിങ്ങൾ നിസ്കരിച്ചോളി എന്ന് പറയുന്നുണ്ടല്ലോ. അതുവരെയും റസൂലുള്ള പഠിപ്പിച്ച ഇബാദത്ത് എന്താണ്? അതുവരെ റസൂലുള്ള പിന്നെ ഇബാദത്ത് പഠിപ്പിച്ചിട്ടില്ലല്ലോ. അതുവരെയും റസൂലുള്ള ഇബാദത്ത് പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് സമസ്തക്കാരെ നിങ്ങളുടെ പൊട്ടപ്പോയത്തം. ഫിത്രത്തിലെ ഇബാദത്ത് നിങ്ങൾക്ക് അറിയില്ല എന്നുള്ളതാണ്. അതല്ലേ നമ്മൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇപ്പൊ 8 കൊല്ലം കിതാബോധി പഠിച്ച് പിന്നീട് ഹൈദരാബാദ് നിസാമി ബിരുദം എടുത്തിട്ട് അടിസ്ഥാന വിവരാണ് ഉസ്താദെ ഞാൻ നിങ്ങളുടെ ചോദിച്ചത്. അടിസ്ഥാന വിവരാണ് ഇപ്പൊ ഉസ്താദിന്റെ അടുത്ത് ഞാൻ ചോദിച്ചത്. ഇവിടെ ഇപ്പൊ അള്ളാഹ്ക്ക് മാത്രം ഇതിൽ
ഭാഗത്ത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല എന്നുള്ളതാണ് ഈ പറയണത്. എനിക്കറിയില്ല, നിങ്ങൾ പറയും എന്താ നിങ്ങൾ ഉദ്ദേശിച്ചത് ഈ ഭാഗത്ത് പറയും. അപ്പൊ അതാണ് എല്ലാ കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ. ഇല്ല, ഇതൊന്നും പഠിക്കാണ്ടാണ് നിങ്ങൾ ഈ CM-നെ താങ്ങാൻ നടക്കുന്നത്. ഞാനിപ്പോ നിങ്ങളോട് സംശയം, നിങ്ങളോട് പിന്നെ വേറെ നല്ല ഉദ്ദേശത്തിലല്ല ഞാൻ ചോദിച്ചത്, വേറെ എന്തെങ്കിലും ഉദ്ദേശം ചോദിച്ചിട്ടില്ലല്ലോ. ഇല്ല, ഞാൻ നിങ്ങളുടെ അടുത്ത് നിങ്ങൾ നല്ല ഉദ്ദേശത്തിലല്ല എന്നും പറഞ്ഞിട്ടില്ല, നിങ്ങൾ മോശക്കാരനാണെന്നും ഞാൻ ഇതുവരെയും പറഞ്ഞിട്ടില്ല. അത് ഞാൻ പറയും എനിക്ക് അറിയുന്ന വിവരങ്ങൾ നിങ്ങൾക്കും നിങ്ങൾ അറിയുന്ന വിവരങ്ങൾ എനിക്കും, അല്ല ഞാനിപ്പോ വിളിച്ചത്. ആയിക്കോട്ടെ, അൽഹംദുലില്ലാ. അള്ളാഹു സത്യമായിട്ട് മനസ്സിലാക്കാൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് ചെയ്യട്ടെ. ഉസ്താദേ, നമ്മൾക്ക് അള്ളാഹുവിന്റെ ഹബീബിനെ നമുക്ക് നൽകിക്കൊണ്ട് നമുക്ക് നൽകിയത് ജാറ് സംസ്കാരം അല്ല ഉസ്താദേ. അല്ല, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഖബറിനെ ചെന്നാൽ നിങ്ങൾ എന്താ പറയാ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഖബർ സ്പെസിഫിക് ആയിട്ട് നമുക്കില്ല. നമുക്ക് 3 ഖബറുകൾ ഒരുമിച്ചാണ് അവിടെ ഉള്ളത്. ശരി, ഞാനിപ്പോ ചോദിക്കണത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ആ ഖബറിൽ ചെന്നാലും ഇപ്പൊ നമ്മളെന്താ ചെയ്യേണ്ടതെന്നോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഖബറിന്റെ അപ്പുറം 2 ഖബറും കൂടി ഉണ്ട്. അപ്പം 3 ഖബറായിട്ടേ നമുക്ക് അവിടെ കിട്ടുള്ളൂ. ശരി, ഞാനിപ്പോ തൊട്ടത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെക്കാട്ടിലും ഉത്കൃഷ്ടനായ മാനവരിൽ മഹോന്നതനായ സദ്ഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ തൊട്ട് ചാരത്ത് കിടക്കുന്നുണ്ട്. അതെന്തെങ്കിലും ചോദിക്കാത്തു? അത് ഞാൻ ചോദിക്കാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഖബർ നമ്മൾ പോകാൻ പറ്റുമോ? സിയാറത്തിന് പോകാൻ പറ്റുമോ? എന്റെ ഉസ്താദ് എന്തെങ്ങനെ തിരിച്ച് ചോദിക്കണേ? ഞാനിപ്പോ നിങ്ങളായാലും ശരി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഖബറിനെ ചെന്നപ്പോ നിങ്ങൾ എന്താ പറയാ? നിങ്ങൾ ഒറ്റയ്ക്ക് എല്ലാവരും കൂടി സലാം പറയില്ല? ഉസ്താദേ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു വേറെ സലാം പറയോ? പറയും. അല്ല, വെറും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു സലാം പറയും, എന്നിട്ട് അത് മാത്രമേ പറയൂ, വേറെ ഒന്നും കൂടെ അവിടെ പറയില്ലേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് മാത്രല്ല, നിങ്ങള് ഈ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് മാത്രം ചോദിക്കണ്ടേ? അവിടെ റസൂലുള്ളാഹിക്കാണ് ആദ്യം സലാം പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, പോയിക്കണോ? നിങ്ങളവിടെ പോയിക്കണോ? പോയി കഴിഞ്ഞാല് ഈ പിന്നെ റസൂലുള്ളാഹിന്റെ ഉമർ റളിയല്ലാഹുവിന്റെ ഇടയിൽ പോയിട്ട് നിങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് സലാം പറയലാണോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഉമർ ഖത്താബ് രണ്ടാളും കൂട്ടി റസൂലുള്ളാഹി ഉണ്ടല്ലോ. റസൂലുള്ളാഹിക്ക് നമ്മള് സലാമും അത്തയ്യാത്തൊക്കെ അത് പ്രശ്നമില്ല. ഇതുകൊണ്ട് നമ്മള് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഉമർ റളിയല്ലാഹുവിന്റെ ഖബറിൽ ചെന്നാല് നിങ്ങൾ എന്താ പറയാ? അതാ ഞാൻ ചോദിക്കണത്. അവർക്ക് സലാം പറയും. അവര് സലാം പറയും, എന്നിട്ട് സലാം പറഞ്ഞ് വേഗം ഓടും. ആകെ സലാം മാത്രമേ പറയുള്ളൂ? അല്ല, അവരുടെ ഖബർ സിയാറത്ത് ചെയ്യുമ്പോ അവരോട് സലാം പറയുന്നുണ്ട്, അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. അതിനപ്പുറം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പുറത്തു കൊടുക്കണേന്ന് ദുആ ചെയ്യോ? അത് ഈ ലോകത്തുള്ള എല്ലാവർക്കും പുറത്തു കൊടുക്കണമെന്ന് നമ്മൾ ദുആ ചെയ്യണ്ടേ? അതും ഇതൊക്കെ ആയിട്ട് എന്താ ബന്ധം ഉസ്താദേ? ഞാൻ ചോദിക്കുക, നിങ്ങൾ അബൂബക്കർ സിദ്ദീഖ് അള്ളാഹുവേ ഈ അബൂബക്കർ സിദ്ദീഖ് എന്നവർക്ക് പുറത്തു കൊടുക്കണം, അല്ലെങ്കിൽ മനസ്സിൽ നിങ്ങൾ തോർക്കോ, അല്ലെങ്കിൽ പിന്നെ തൊള്ളോണ്ട് തോർക്കോ, മനസ്സിൽ തോർക്കോ, ഈ അള്ളാഹു ഈ അബൂബക്കർ സിദ്ദീഖിന് നീ മാപ്പ് കൊടുക്കണേ, അദ്ദേഹത്തിന്റെ പാപങ്ങളെല്ലാം വിട്ടുകൊടുത്ത് കൊടുക്കണേ, നിങ്ങൾ തോർക്കോ? അവിടെ വല്ലാതെ തോർക്കാനുള്ള സമയമൊന്നും കിട്ടൂല. എന്നാലും അവിടെ നിങ്ങളിപ്പോ ഏത് കാലത്താ പോയിന്ന് അറിയില്ല. അല്ലെ, നിങ്ങൾ ഏത് കാലത്താ പോയിന്നൊന്നും അറിയില്ല. അവിടെ നിന്നിട്ട് കൈ ഉയർത്തിയിട്ട് ദ്വയർക്കാനൊന്നും വല്ലാതെ ഒന്നും അവിടെ പോലീസുകാർ സമ്മതിക്കൂല, മുത്തവന്മാര് സമ്മതിക്കൂല. എന്നാ ഉസ്താദിനോട് ഞാനൊരു കാര്യം പറയട്ടെ. ഈ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് വേണ്ടിയിട്ട് നമ്മള് പൊറുക്കലിനെ തേടുമെന്നൊക്കെ ചോദിച്ചു. ലോകത്തിന്റെ നായകൻ ദിവസത്തില് 100 കണക്കിന് തവണ ഒരു ദിവസം തന്നെ നിങ്ങളെന്തെങ്ങനെ പറയാനയക്കാത്ത? അപ്പൊ നിങ്ങൾ പറയാനയക്കാതെ നിങ്ങൾ ഇങ്ങനെ ഓടണം എന്താ അറിയോ? ഞമ്മക്ക് അതിലൊന്നും നിങ്ങൾക്കും എനിക്കും അഭിപ്രായ ഭിന്നതല്ല. ഓലോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ മാത്രമേ ഉള്ളൂ എനിക്ക് അഭിപ്രായ വ്യത്യാസം ഉള്ളത്. മുഹമ്മദ് നബിക്ക് നീ പുറത്തു കൊടുക്കണം ചെയ്യോ? അള്ളാഹുവെ മുഹമ്മദ് നബിക്ക് പുറത്തു കൊടുക്കണേന്ന് പൊന്നാര ഉസ്താദേ, നമ്മളുടെ വിഷയം എന്താണെന്നറിയോ? നമ്മളുടെ വിഷയം ഞാൻ ഔലിയാക്കളെ കുറ്റം പറയുന്നു എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടാ ഉസ്താദ് വിളിച്ചത്. അല്ല, നിക്കേ നിങ്ങള് അത്ര തന്നെ ഈ സംസാരിക്കുന്ന ആളുകളെ പിന്നെ അത് പൊട്ടീസാക്കുക എന്നുള്ള ആ ഉദ്ദേശം ഇല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ നിങ്ങളോട് തുടർന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയ്ക്കൊക്കെ പല ആളുകളും വിളിക്കാറുണ്ട്. ഇവിടെ ഞാൻ അള്ളാന്റെ ഔലിയാക്കളെ പിന്നെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്നു, അവരുടെ കറാമത്തുകളൊക്കെ നിഷിദ്ധമാക്കി, അല്ല തെറ്റാണ്, ഇല്ലാത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് എന്റെ ഉസ്താദ് ഇങ്ങോട്ട് വിളിച്ചിട്ടുള്ളത്. ഉസ്താദ്, നമുക്ക് ആ ഒരു കാര്യം ചർച്ച ചെയ്തിട്ട് ഒന്ന് തീരുമാനാക്കല്ലേ?
അല്ല ഞാൻ ചോദിക്കട്ടെ, അപ്പൊ അല്ലേ അബൂബക്കർ അല്ലേ സിദ്ദീഖിന് പുറത്തു നിങ്ങൾ അങ്ങനെ കൊടുക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് അപ്പൊ ഞാൻ റളിയല്ലാഹുവിനെ ഞാൻ ചോദിക്കുന്നത് ശരി. തള്ളിയിട്ടില്ലേ? ശരി. അപ്പൊ ഞാനായാലും ശരി, നിങ്ങളായാലും ശരി, ഉം, റസൂലുള്ളാഹിന്റെയും അബൂബക്കർ സിദ്ദീഖിന്റെയും ഉമർ ഖത്താബിന്റെയും ഖബറിന് ചെന്നാല് ഉം. വെറും സലാം പറഞ്ഞ് മാത്രം ഓടലാണോ, അതോ ഇവർക്ക് പുറത്തു കൊടുക്കണം തോർക്കോ, അ- അതോ ഇവരെ അല്ലേ ദർജ ഉയർത്തണം തോർക്കോ? അലി ഹസൻ നിസാമി, ആ താങ്കളോട് ഞാൻ പറയുന്നു, ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അവിടെ പോയിട്ട് ദുആ ചെയ്യുന്ന വിഷയമല്ല എന്റെ ആ ചർച്ച. അത് ഞാൻ ഏയ് അതും എവിടെയും അതും അല്ല, ഒരു കബർ അതും തന്നെയാണല്ലോ. അതും 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 ഒരു കബർ തന്നെയാണ്. അപ്പൊ അവിടെ എന്റെ പൊന്നാര ഉസ്താദെ, ആ നിങ്ങൾ ആ ഇങ്ങോട്ട് യാഥാർത്ഥ്യത്തേക്ക് പോരേ. ആ ഞാൻ ഇതിന്റെ ഇടയിൽ സംസാരിച്ചപ്പോ പറഞ്ഞു നിങ്ങൾ പെട്ടു എന്ന് പറഞ്ഞു. ഇങ്ങോട്ട് ആരും ആ ഇപ്പൊ വിളിക്കലില്ല കാര്യമായിട്ട്. ഈ ആ നിസാമിമാരും സക്കാഫിമാരും ആ ഫൈസിമാരും തീരെ വിളിക്കലില്ല. ആ അപ്പോ വിളിച്ചു കഴിഞ്ഞാല് നിങ്ങൾ ആ സാധാരണ പെടലാണ്, എന്നിട്ട് വേറെ ആ കോള് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പോക്കാണ്. അങ്ങനെ ഇവിടെ ഞാൻ പോവില്ല. സി എം ആ അൽഹംദുലില്ലാ. ആ ആ അപ്പൊ സി എം മടവൂർ എന്ന് പറയുന്ന ചിറ്റടിമയത്തിൽ അബൂബക്കർ ബാക്കവി, ആ ഈ മനുഷ്യനാണ് ഈ ലോകം നിയന്ത്രിക്കുന്നത് എന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും ഫൽ മുദബിറാത്തി അംറ എന്ന് ആ പറഞ്ഞുകൊണ്ട് ആ ഓതി വെച്ചിട്ടുണ്ട്. ആ അപ്പൊ ഈ ഉം, ഞാൻ ചോദിക്കട്ടെ, ഈ ഫൽ മുദബ്ബിറാത്തി അംറ ഇതിന്റെ ഉം, അർത്ഥം എന്താ? ഈ ആയത്തിന്റെ അർത്ഥം എന്താ? ആ, 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 ആ. ആ അപ്പൊ പിന്നെ ഈ കാന്തപുരം പറഞ്ഞൊന്നും നിങ്ങൾ കേട്ടിട്ടില്ല. അല്ല, കാന്തപുരത്തിന്റെ അല്ല ഞാൻ പറഞ്ഞത്, ആ നിങ്ങൾ പറഞ്ഞാണ് ഈ ഫൽ മുദബ്ബിറാത്തി അംറ, ഈ ആയത്തിന്റെ അർത്ഥം കാര്യങ്ങളെ എന്താ? നിയന്ത്രിക്കുന്നവരെ കൊണ്ട് ആ ആ എന്തിനാ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവരെ കൊണ്ട് ആ, പറഞ്ഞത്? കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവർ അള്ളാഹ് മാത്രമല്ലേ ഉള്ളൂ. കാര്യങ്ങൾ ഏ നിയന്ത്രിക്കുന്നത് അല്ല മാത്രമേ ഉള്ളൂ ആ എന്നുള്ളത് തെറ്റായ ആ ധാരണയാണ്. ഏ ആ ആയത്തിന്റെ ആ തഫ്സീറിൽ അത് ആ മലായിക്കത്തിനെ കൊണ്ടാണ് എന്ന് ആ വ്യക്തമായിക്കൊണ്ട് അപ്പൊ തഫ്സീറുണ്ട്. അപ്പൊ അല്ല അല്ല കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു, മലക്കും കൂടി നിയന്ത്രിക്കുന്നുണ്ട് അവിടെ, അല്ല അങ്ങനെയുണ്ടല്ലേ? അല്ല 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 ഏൽപ്പിച്ചു കൊടുത്ത് ഇപ്പൊ നമുക്കില്ല എന്ന് പറയാൻ പറ്റൂല്ലോ. എന്നാ അല്ല മലക്കുകൾക്ക് മാത്രമേ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുള്ളൂ, അങ്ങനെ ഉണ്ടോ? പിന്നെ ഈ ഏ? ഈ പറയപ്പെട്ട ആ ആയത്ത് കൊണ്ട് വിശദീകരിക്കപ്പെടുന്ന കാര്യം പറയുന്നത് അല്ല മലക്കുകളെ കൊണ്ട് ഇപ്പൊ ആ നിങ്ങൾക്കും ആ എനിക്കും ഇപ്പൊ മറ്റുള്ളവരുടെ കാര്യങ്ങൾ നിയന്ത്രിക്കാനൊന്നും പിന്നെ ഇത് തന്നിട്ടില്ലല്ലോ. ഏത്? ഇപ്പൊ നിങ്ങളെ റൂഹ് എന്നെ കൊണ്ട് എടുക്കാൻ കഴിയൂല്ലോ. അത് കഴിയില്ല. അത് പക്ഷെ അത് നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് അത് ചില നിങ്ങൾ കാര്യങ്ങൾ നിങ്ങൾ പേരിട്ട് വിളിക്കുന്ന ചില കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾ നിയന്ത്രിക്കുന്നില്ലേ? ഏത് കാര്യം ഞാൻ നിയന്ത്രിക്കണേ? ഞാൻ എന്റെ കാര്യം തന്നെ നിയന്ത്രിക്കണില്ല. ഏത് കാര്യം ഞാൻ നിയന്ത്രിക്കണത്? നിങ്ങളെ കുട്ടികളുടെ കാര്യങ്ങൾ നിയന്ത്രിക്കൂലേ? എന്റെ കുട്ടികളെ കാര്യങ്ങൾ അള്ളാഹു എനിക്ക് അമാനത്തായി നൽകിയ എന്റെ മക്കളുടെ കാര്യം ആ അതന്നെ അള്ളാഹു പറഞ്ഞത്. അള്ളാഹു എന്റെ പൊന്നാര ഉസ്താദെ ഒരു സ്കൂളിൽ അതല്ല. പ്രിൻസിപ്പൾ കുട്ടികളെ നിയന്ത്രിക്കൂലേ? എന്ത് നിയന്ത്രിക്കണ പ്രിൻസിപ്പാള് എവിടെ എഴുതി വെച്ചാ അവിടെ എഴുതി ആ വെക്കപ്പെട്ട ഒരു നിയമമുണ്ട്. അതിന്റെ ആ അപ്പുറത്തേക്ക് ഒരു നിയന്ത്രണം പ്രിൻസിപ്പാൾക്കും കൊടുത്തിട്ടില്ല. അതെ. അപ്പൊ ചില നിയന്ത്രണം പിന്നെ പ്രിൻസിപ്പാൾക്ക് ഉണ്ട്. ഒരു അല്ലെ, നിയന്ത്രണം ഇപ്പൊ ഒരു നിങ്ങളെന്നെ പറഞ്ഞ നിയന്ത്രണം അപ്പുറത്തുള്ള അള്ളാഹുവിന്റെ അതിന്റെ അപ്പുറത്ത് തന്നെ ഉണ്ടല്ലോ. അപ്പൊ ഇപ്പുറത്തുള്ള നിയന്ത്രണം പ്രിൻസിപ്പാൾ നിയന്ത്രിക്കുന്നുണ്ട്. ഞാൻ പോട്ടെ. ഇപ്പൊ നിങ്ങൾ ഈ അള്ളാഹുവിന്റെ ഫൽ മുദബ്ബിറാത്തി ഔലിയാക്കളുടെ അമ്രൻ, ഈ ഫൽ അല്ലേ മുദബ്ബിറാത്തി നിങ്ങൾ അമ്രൻ ഇത് നിങ്ങളിപ്പോ വയലു തുടങ്ങിയിട്ടില്ലേ? അല്ല, നിങ്ങൾ വയലു തുടങ്ങി. അല്ല നിങ്ങൾ വയലു തുടങ്ങി. കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവർ. ഒരു മിനിറ്റ്. അപ്പൊ ഞാൻ നിയന്ത്രിക്കണ എന്താണ്? ചിറ്റടിയത്തിൽ അബൂബക്കർ എന്ന് പറയുന്ന നിസ്കരിക്കാത്ത നോമ്പനുഷ്ഠിക്കാത്ത മാനസിക രോഗത്തിന്റെ ആ പിടിയിലമർന്നിരുന്ന ചിറ്റടിയത്തിൽ അബൂബക്കർ എന്ത് നിയന്ത്രിച്ചു നിങ്ങൾ ഈ പറയണ അള്ളാന്റെ കാര്യങ്ങള്? അതല്ല ഞാൻ ചോദിക്കുന്നത്. അല്ല അതന്നെ ഞാൻ ചോദിക്കുന്നത്. ഒരു ചോദ്യം കൂടി. ഈ ഒരു ചോദ്യം അള്ളാഹും നിങ്ങൾ ചോദിച്ചണ്ട. നിങ്ങൾ അള്ളാഹും ഇതിന്റെ ഉത്തരം മലക്കും പറഞ്ഞോളിയും. അല്ല നിങ്ങൾ വയലു പറയരുത്. അല്ല അല്ല ഈ നിങ്ങൾ വയലു നിങ്ങൾ പറയരുത്. ഈ നിങ്ങൾ ഫൽ ചോദിച്ചത് മുദബ്ബിർ അങ്ങോട്ട് ഇത് അപ്പുറം ഒരു മിനിറ്റ്, ഇത് നിങ്ങൾ ചോദിച്ച അപ്പൊ അങ്ങോട്ടും പറഞ്ഞുതരാം. നിക്കേ നിങ്ങൾ ആ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിച്ചണ്ടേ. നിങ്ങൾ കുറെ നേരമായി ഞാൻ ഇങ്ങോട്ട് ചോദ്യം ഫൽ ചോദിക്കണു. മുദബ്ബിറാത്തി അമ്ര അവിടെ നിൽക്കട്ടെ. ഫൽ അല്ല, നിങ്ങൾ മുദബിറാത്തി അമ്ര പറഞ്ഞത് ഫൽ അള്ളയും മുദബ മലക്കോളും മാത്രം നിയന്ത്രിക്കുന്നു. അപ്പൊ ഈ ഫൽ ചിലത് അള്ള നിയന്ത്രിക്കും, ചിലത് അല്ല മലക്കോൾ നിയന്ത്രിക്കും, അങ്ങനെ ഉണ്ടോ? ഈ ശരീരത്തിന്റെ ബാലപാഠം പോലും അഭ്യസിച്ചിട്ടില്ലാത്ത മാനസിക രോഗിയായിരുന്ന, നിസ്കരിക്കാത്ത, നോമ്പോലിക്കാത്ത, ഈ ഔറത്ത് നേരെ മറക്കാത്ത, കിലിൻ ഷേവ് ചെയ്തിരുന്ന, സ്വർണം ഉപയോഗിച്ചിരുന്ന, ആരാന്റെ അന്നം ഒരു നാണോ മാനോ അല്ലാണ്ട് തിന്നിട്ട് ഹോട്ടലിൽ ഇറങ്ങിപ്പോയിരുന്ന, അതുപോലെ തന്നെ എവിടെ നിൽക്കും, ആ അതുപോലെ തന്നെ ആ പുലിമൈദീന്റെ ഉച്ചിഷ്ടവും അമേദ്യവും തുപ്പലും മൂക്കളയും ആ ഹാഷും കഫവും ഒക്കെ പാടെ മോന്തി കുടിച്ചിരുന്ന ഉം. ആ ഈ ചിറ്റടിയത്തിൽ അബ്ബക്കർ എന്ത് നിയന്ത്രിച്ചു? നിങ്ങൾ അതൊന്ന് പഠിപ്പിച്ചെന്നാണ്. അത് ഞാൻ പറഞ്ഞുതരാം. അതായത് പറഞ്ഞോളി. ഇപ്പം CM വലിയുള്ള അതൊരു പിന്നെ മഹാൻ. വലിയുള്ളന്ന് പറയണ്ട. ഞാൻ ഞാൻ ചിറ്റടിയത്തിൽ അബ്ബക്കർ ഹുസൈൻ മടവൂരുണ്ടല്ലോ, അല്ലേ? ഹുസൈൻ മടവൂര്. ഹുസൈൻ ഹുസൈൻ മടവൂരൊന്നല്ല ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുക. ഹുസൈൻ ഇവിടെ മടവൂർ പറഞ്ഞു. ഞാനും നിങ്ങളും സംസാരിക്കുന്നത്. ഹുസൈൻ ആ മടവൂരിനോട് അവിടെ കുറച്ചു നേരം അവിടെ നിൽക്കാൻ പറയും. ഇവിടെ ഉം. പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ചിറ്റടിയത്തിൽ ഞാൻ അബ്ബക്കറെ. ഞാൻ ഒരു മിനിറ്റ് പറഞ്ഞേക്ക്. ഇപ്പൊ CM മടവൂര് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പിന്നെ എന്താണ് കുറച്ച് കാലം ദർസിൽ പഠിച്ച്, പിന്നെ അദ്ദേഹം വലിയൊരു വാക്യാത്തിൽ പോയി ബിരുദെടുത്ത് അദ്ദേഹം ദർസ് നടത്തി. അങ്ങനെ അങ്ങനെ അള്ളാഹു എന്നുള്ള ചിന്തയിൽ വളർന്ന് എന്തായി, അദ്ദേഹത്തിന്റെ ബുദ്ധി മറിഞ്ഞുപോയി. അങ്ങനെ അപ്പൊ അള്ളാഹുവിന് മാനസികരോഗിയായി. മാനസിക രോഗം. മാനസിക രോഗം പല ഐറ്റംസ് ഉണ്ട്. ഏതോ ഒരു ഐറ്റം പറഞ്ഞാണ് അള്ളാഹിന്റെ റസൂല് പഠിപ്പിച്ച അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ അള്ളാഹുവുമായിട്ട് അടുത്തത് അള്ളാഹുവിന്റെ ഹബീബാണ്. എന്ത് മാനസിക ഉണ്ടായത്?
ഈ സാമൂഹിക ബാധ്യതകളൊന്നും നിറവേറ്റാത്തവനായിരുന്നു അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. അപ്പൊ ചില സഹാബികൾ റസൂലുള്ളാനെ ആ പിന്നെ എന്താ ഇതുണ്ട് ഉവൈസുൽ കർണി എന്ന മഹാൻ ഉവൈസുൽ കർണി റസൂലുള്ള അവിടെ നിർത്തി ഒപ്പാത്തായിന്ന് അവിടെ നിർത്തി റസൂറിന് ചെല്ലുണ്ട് അവിടെ നിർ റസൂറുള്ള ഒപ്പാത്തായി എന്ന് പറഞ്ഞപ്പോ റസൂർ പൊന്നാർ അവരവിടെ ഹബീബേ പൊന്നാർ ഹബീബേ നിങ്ങള് നിർത്തി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ആ ഉവൈസുൽ കർണി നിങ്ങൾ സ്വഹാബി എന്നാണ് പറഞ്ഞത്. ഷുഹബത്ത് കിട്ടിയ ആളാണോ ഉവൈസുൽ കർണി? അത് അത് പഠിക്കാദ്യം. വ്യത്യാസമുണ്ട്. എന്ത് ആ വ്യത്യാസമുണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഷുഹബത്തുള്ള ആളാണോ ഉവൈസുൽ കർണി എന്ന് പറയുന്ന ആള്? റസൂലിനെ നേരിട്ട് കണ്ടിട്ടില്ല. കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെ ആ സ്വഹാബിയാണത്? അപ്പൊ ഞാൻ ചോദിക്കണത് ആ സഹാബത്തിൽപ്പെട്ട ചിലർ തന്നെ ഈ ആ ഉഹദ് യുദ്ധത്തിൽ റസൂലിനെ പല്ല് പൊട്ടി പറഞ്ഞപ്പോ അവരവരെ പല്ല് പൊടിച്ച സഹാബത്തല്ലേ? അയ്യ അതൊന്നല്ലല്ലോ ഇപ്പൊ ഇവിടെ ചോദിച്ചത്. ഉവൈസുൽ അപ്പൊ കർണി അതന്നെ വരി. ചില എല്ലാരും ഉവൈസുൽ ഒരുപോലെ ആവൂല. കർണി സ്വഹാബിയാണെന്ന് ആ നിങ്ങൾ പറഞ്ഞത് ആരെ അതെ. നിങ്ങൾക്ക് പഠിപ്പിച്ചെന്ന്? ഉവൈസുൽ കർണി സ്വഹാബിയാണ് എന്ന് ഉം, പറയണമെങ്കിൽ ഉം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹയാത്ത് കാലത്ത് ആ റസൂലുള്ള ജീവിക്കുന്ന രാഷ്ട്രത്തിന്റെ ഇടകാലത്തേക്ക് ആ എത്തിയിട്ടുണ്ടായിരുന്നില്ല ഉവൈസുൽ ആ കർണി. എങ്ങനെ നിങ്ങൾ ആ സ്വഹാബി എന്നാണ്? ഇങ്ങനെയല്ലേ നിങ്ങൾ ആളുകളെ പറ്റിക്കണത്? പച്ച നുണയും പറഞ്ഞിട്ട്. അങ്ങനെ ഇതിന് ഈ ഉവൈസുൽ കർണിയുടെ അല്ലേ റസൂലുള്ളാഹിനെ കണ്ടവർ മാത്രല്ല റസൂലുള്ളാഹിനെ കണ്ടോല് മാത്രമേ ഉള്ളൂ സ്വഹാബി എന്ന് പറയാൻ പറ്റുക. ഇനി അത് ഇതുപോലെ മാത്രം അങ്ങനെ അല്ലേ അല്ലേ മാത്രല്ല. അല്ലേ അല്ലെ അലിയാസൻ നിസാമി ഉസ്താദ് ഇങ്ങനെ തന്നെയല്ലേ ഇത്? ഈ ഉവൈസുൽ കർണി എന്ന് പറയുന്ന ആളുടെ ആ മഹാൻ തന്നെ പറയാം. ഇനി അപ്പളത്തിന് നിങ്ങൾ പോയിട്ട് ആ മഹാൻ എന്നും പറഞ്ഞിട്ട് ഉവൈസുൽ കർണിനെ വിളിച്ച് പ്രാർത്ഥിക്കണ്ടിട്ടില്ലേ? ആ ആളെ ആ അവരൊന്നും വിളിച്ച് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. ഇല്ല ആ ഇല്ല ഇല്ല ആ പിരാന്ത് പിടിച്ച് നടക്കുന്ന ആൾക്കാരെ അത് പിടി. ആ അതായത് ഈ ആ ഉവൈസുൽ കർണി എന്ന് പറയുന്ന ആളുടെ ചരിത്രം അറിയുന്നത് കൊണ്ട് ഞാൻ പറയുന്നു അദ്ദേഹം സ്വഹാബി അല്ല. ആ അദ്ദേഹം കണ്ടിട്ടുള്ളത് ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ പോലും കണ്ട ആളല്ല. അല്ല. ഉമർ റളിയല്ലാഹുവിന്റെ കാലത്താണ് ഹജ്ജിന് എത്തിയിട്ട് ഉവൈസുൽ ആ കർണീനെ ഉമർ ശരി. റളിയല്ലാഹു അത് പിന്നെ എങ്ങനെ നിങ്ങൾ ശരിയാ. ഈ സ്വഹാബി എന്ന് പറയാ? അവിടെ ഇങ്ങനെയല്ലേ നിങ്ങൾ ഈ സാധുക്കളെ പറ്റിക്കണത്? റസൂലുള്ളാനെ സ്വഹാബത്ത് എന്താണ് അത് പറഞ്ഞോളി. ഇല്ല, റസൂലുള്ളാനെ കണ്ടിട്ടില്ല. പക്ഷെ പിന്നെ എങ്ങനെ സ്വഹാബി റസൂലുള്ളാനെ എന്നാവുക? കാണാൻ ഏറെ സ്നേഹിച്ച മഹാനാണ്. ഹദീസിലൊക്കെ സ്നേഹിച്ചിട്ടൊന്നും സ്ഥിരപ്പെട്ടതല്ലേ? കാര്യമല്ല. ഞാൻ ഇപ്പൊ ആ റസൂലുള്ളാഹിനെ കാണാൻ ഏറെ സ്നേഹിക്കുന്നുണ്ട്. ഞാൻ ആ സ്വഹാബിയാകുവോ? ഇല്ലില്ല, റസൂലുള്ള പ്രത്യേകം പറഞ്ഞ സലാം പറഞ്ഞയച്ചല്ലേ ഇന്ന ആളെ കണ്ടാലും അത് സലാം പറയണെന്ന്. അതുകൊണ്ട് സ്വഹാബി ആവുന്നില്ല. ആ ഇല്ലെങ്കിൽ വേണ്ട അതങ്ങോട്ടെ. ആ പറഞ്ഞോളി. ആ പറഞ്ഞോളൂ. ഇനി എന്താണ്? അപ്പൊ ഉവൈസുൽ കർണി അവിടെ എത്തി. എന്നിട്ട് ആ എന്റെ അലിയാസൻ ഉസ്താദെ, ആ നിങ്ങള് ഏത് പള്ളിക്കാണ് ഞാനിപ്പോ ജോലി ചെയ്യുന്നത്? പള്ളിയൊന്നുമില്ല, ഇപ്പൊ ജോലിയൊന്നുമില്ല. ആ ആ ആ പിന്നെ വേറെന്താ പരിപാടി? ഇപ്പൊ ഒന്നും ഇല്ല, ഇപ്പൊ ജോലിയൊന്നും ഇല്ല. നമ്മള് അതെ. കുറച്ചു കാലം ഗൾഫിലൊക്കെ ഉണ്ടായിരുന്ന. ഗൾഫിൽ എവിടെയായിരുന്നു നിങ്ങള്? ഗൾഫിലെ ജിദ്ദയിലുണ്ടായിരുന്നു. ജിദ്ദയിൽ ഉണ്ടായിരുന്നോ? ആ ജിദ്ദയില് ആ വഹാബികളല്ലേ അവിടെ പിന്നെ ഭരണം നടത്തുന്നേ? വഹാബികളായിരിക്കാം. ആ അവിടെ നിങ്ങൾക്ക് ഇപ്പോ ജിദ്ദയിലേക്ക് ജോലിക്കൊക്കെ പോകുന്നത് തെറ്റല്ലേ? അവിടെ പോയി കഴിഞ്ഞാൽ വഹാബികളുടെ അവിടെ ആണെങ്കിൽ മൗലൂദും ചെല്ലാൻ പറ്റില്ല, റാത്തീബും ചെല്ലാൻ പറ്റില്ല. ഈ പറയപ്പെട്ട ബിദ്അത്തുകളൊന്നും അവിടെ അനുവദിക്കൂല. അങ്ങനല്ല. ഇവിടെ ഇപ്പൊ സുന്നി സമസ്ത പണ്ഡിതന്മാര് പഴയ കാലത്ത് പറഞ്ഞില്ല, ഉം, 6 കാര്യങ്ങളുമായിട്ടാണ് ഉം, അവരുമായിട്ട് കൂട്ടിക്കാണുള്ളൂ. അല്ലാതെ അവരെ പിടി നിൽക്കരുതെന്നോ അവരോട് പിടി പോയി സാധനം മേടിക്കരുതെന്നോ ഉം. അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ എന്റെ ഉസ്താദെ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? ആ ഈ ഒരു വഹാബി എന്ന് ആ ഉള്ളത് പറയുന്നത് ഒരു വഹാബി ആയത് ആ എങ്ങനെയൊക്കെ എന്തുകൊണ്ടൊക്കെയാണ്? ഒരു വഹാബി ആയതോ? ആ ഉം, വഹാബി അത് ഒറിജിനൽ വഹാബികളാണെങ്കിൽ നമ്മൾ കേരളത്തിൽ വിചാരിക്കുന്ന അധികം ആളുകൾ എന്ന് പറയുന്നു ആ. ഇബിൻ അബ്ദുൽ വഹാബിന്റെ വാക്കുകൾ ഖുർആന് തുല്യമാണ് എന്ന് വിശ്വസിക്കുന്ന അങ്ങനെ ആൾക്കാരാണ്. പറഞ്ഞ ഒരു മുജാഹിദ് സംഘടനക്കാരൻ ആരാണ്? അങ്ങനെ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. ഏത് ബുക്കിലാ? വിചിന്തനത്തിൽ അവർ എഴുതിയിട്ടുണ്ട്. വിചിന്തനത്തിൽ അങ്ങനെ ഉണ്ട് എന്ന് വെറുതെ പറഞ്ഞിട്ട് നിങ്ങൾ ഈ അങ്ങനെ വെറുതെ സക്കാഫിമാര് പറയുന്നതല്ല. അല്ല നിങ്ങൾ ഇബിൻ ഈ അബ്ദുൽ വഹാബിന്റെ സക്കാഫിമാര് വാക്ക് ഇങ്ങനെ അല്ലെ? അങ്ങനെയല്ല, ഇതൊക്കെ നമ്മള് രേഖ ഉള്ളതാണ്. ഇതൊന്നും ഇബ്നു അങ്ങനെ അബ്ദുൽ വഹാബ് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് ബിനു അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിന്റെ മുജദ്ദിദായ ആ ഇജ്തിഹാദ് ചെയ്യുവാനുള്ള ആ ആ തരത്തിലേക്ക് പാണ്ഡിത്യമുള്ള ഒരു ആ മനുഷ്യൻ. ആ ആ മനുഷ്യൻ പറഞ്ഞത് ഖുർആനും സുന്നത്തിനും വിരുദ്ധമായിട്ട് പറഞ്ഞ ഒരു വാക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ കഴിയുമോ? വിചിന്തന ഇതിൽ നിന്നല്ല നിങ്ങൾ പറയേണ്ടത്. ആ അദ്ദേഹത്തിന്റെ നിരവധി ഗ്രന്ഥങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളുടെ എല്ലാ പരിഭാഷന്റെ കയ്യിലും ഉണ്ട്. ആ അതെ. എല്ലാം ആ എല്ലാം എന്ന് പറഞ്ഞാൽ മുഴുവൻ ഉണ്ടെന്നല്ല, ഒരുവിധം അദ്ദേഹത്തിന്റെ പ്രചാരത്തിലുള്ള ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ട്. ആ അതില് ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് കിതാബ് തൗഹീദ്. ആ അത് സംബന്ധമായിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ട് പോലും ഉണ്ട്. ആ അപ്പൊ ഈ കിതാബ് തൗഹീദ് മാത്രം എടുത്തോളിയും. അതാണല്ലോ ഇപ്പൊ മൂപ്പരെ തൊടാൻ പാടില്ല. അതിന്റെ ഒരു ഗദ്യരൂപത്തിൽ പദ്യരൂപത്തിലുള്ള ഒരു കാര്യം എടുത്തത് കൊണ്ടൊക്കെയാണല്ലോ ഇപ്പോ പട്ടിക്കാട് ജാമ്യയിലത്തെ ഉസ്താദന്മാരൊക്കെ സുഹാബികളായിട്ടുള്ളത്.
ആ, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല ആ. അദ്ദേഹം അനിസ്ലാമികമായിട്ട് നിങ്ങളോട് ചോദിച്ചെന്താണ് ഈ ഇബിൻ അബ്ദുൽ വഹാബ് മുജാഹിദികളെ വഹാബികളെ പറ്റി എന്താ വഹാബി എന്ന് ഈ പറയാൻ കാരണം? മുജാഹിദീങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ മുജാഹിദീങ്ങൾ എന്റെ അടുത്തേക്ക് ഇങ്ങനെ തള്ളണ എന്താ പറയുക? ഞാനൊരു അതല്ല, മുജാഹിദാണ് നിങ്ങളെ പറ്റി എന്താ കരുതി. പറയാ? അപ്പോൾ നിങ്ങൾ അല്ല, ചോദിച്ച ഞാനൊരു ചോദ്യമാണ് മുജാഹിദ് ഈ സംഘടനക്കാരനല്ല മുജാഹിദ് പറഞ്ഞ വഹാബികൾ എന്ന് പറയാൻ കാരണം എന്താണെന്ന്. അവര് ഉസ്താദെ. അവര് തന്നെ പിന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അബ്ദുൽ വഹാബ് ഉം, അല്ലേ? ഉം. ഈ മുഹമ്മദ് ബിൻ അവര് ഞാൻ മുജാഹിദ് കോളേജിൽ പഠിച്ചാളാ. അൽ ഇമാം ഞാൻ ഞാൻ മുഹമ്മദ് ബിൻ അബ്ദുൽ പോയിട്ടില്ലേ? ഞാൻ ആ വഹാബ്. മുജാഹിദ് സംഘടനക്കാരൻ ഒന്നിനും പോയിട്ടില്ല. ആ, ആ, നിങ്ങൾ അതിനും പോയി, എന്നിട്ടാണ് ഇപ്പൊ ഈ ഓല കുറ്റം പറഞ്ഞു കൊണ്ട് കിടക്കണേ. ആ, അതെ. പറയും. അപ്പൊ അവര് ബുക്കിൽ അറബിയിൽ പറഞ്ഞ അൽ ഇമാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല. ഈ റഹിമഹുല്ല പറയാതെ നിങ്ങൾ ഉമർ മൗലവി ആയാലും ശരി, ഇബ്നു അബ്ദുൽ വഹാബ് ആയാലും ശരി, കെ മൗലവി ആയാലും ശരി, സ്വന്തം പേര് ഇവര് പറയാറില്ല. ഇപ്പൊ സുന്നികള് ഓരോ പിന്നെ ഔലിയാക്കന്മാർ, അവര് വിശ്വസിക്കുന്ന ഔലിയാക്കന്മാരെ പറ്റി റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. മുജാഹിദികള് അവരെ ഇപ്പൊ ഒരു 10 മിനിറ്റ്, കൊല്ലം മുന്നേ 5 കൊല്ലം മുന്നേ ഞാൻ മരിച്ച ഞാനൊന്ന് ആൾക്കാരെ മറുപടി കുറിച്ച് പറയണം. റഹിമഹുല്ല ആ, റളിയല്ലാഹു അൻഹു പറയാതെ അവരെ ആ, സ്വന്തം പേര് പറയാറില്ല. ആയിക്കോട്ടെ. ഞാൻ ഇനി അതിനൊന്ന് നിങ്ങൾ എന്നെ ഒന്ന് പറയാൻ അനുവദിക്കണം. അതിന് അതായത് നിങ്ങള് കണ്ണി കണ്ട ചാത്തനെയും പോത്തനെയും പിടിച്ചിട്ട് കദ്ദസ കുദ്ദസ എന്ന് പറയുന്നതാണ്. ഇവിടെ ഇവിടെ ഏതൊരു മനുഷ്യനെ കുറിച്ചും അദ്ദേഹം ഈ ലോകത്ത് നിന്ന് ഒരു ഇസ്ലാമിന് വേണ്ടിയിട്ട് ഖിദ്മ ചെയ്തുകൊണ്ട് നടക്കുന്ന ഏതെങ്കിലും പണ്ഡിതന്മാരായ ദായിമാരായിട്ടുള്ള ആളുകള്, ഇസ്ലാമിന്റെ മാർഗത്തിൽ ഫീ സബീലായിട്ട് പ്രവർത്തിച്ചിരുന്ന ആളുകള്, അവര് മരണപ്പെട്ടു കഴിഞ്ഞാൽ റഹിമഹുല്ല എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. ഈ റളിയല്ലാഹു അൻഹു പറയണമെങ്കിൽ മാത്രമാണ് അതില് നമ്മള് പ്രശ്നമുള്ളത്. റളിയല്ലാഹു അൻഹു പറയാ ആരെ കുറിച്ചാണ്? അള്ളാഹു തൃപ്തിപ്പെട്ടവരെ കുറിച്ചാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഈ നമ്മള് അത്ര അർത്ഥമുള്ളൂ. അല്ല, അല്ലാതെ അള്ളാഹു തൃപ്തിപ്പെടട്ടെ എന്ന് പറയാന് അള്ളാഹു റളിയല്ലാഹു അൻഹു വറളു അൻഹു എന്ന് ആരെ കുറിച്ചാണ് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്? വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരെ സംബന്ധിച്ചൊക്കെ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ? അങ്ങനെയാണോ പറഞ്ഞത്? ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി പറഞ്ഞോളി. എന്ന് പറഞ്ഞിട്ട് പറഞ്ഞില്ലേ? അല്ല, ബാക്കിന് പറയാം. അവിടെ റളിയല്ലാഹു അൻഹു പറഞ്ഞോളി. റളിയല്ലാഹു അൻഹും വറളു അൻഹു ദാലിക ആരെ കുറിച്ചാ? പറഞ്ഞില്ലേ? അത് ആരെ കുറിച്ചാണ്? അത് ഇന്നല്ലദീന ആമനു വഅമിലു അല്ല സ്വാലിഹാത്തി. ഉസ്താദേ, അത് സ്വഹാബാക്കളെ കുറിച്ച് വ്യക്തമായിക്കൊണ്ട് അള്ളാഹുവിന്റെ കലാമിലൂടെ വന്ന വാക്കുകളാണ്. അപ്പോ അവിടുന്ന് വിട്ടിട്ട് ഞങ്ങള് എന്ന് പറഞ്ഞാല് ഈ ദീനി ദഅവത്തിന്റെ മേഖലയിൽ പ്രവർത്തിക്കുന്ന ദായിമാരായിട്ടുള്ള അല്ലെങ്കിൽ പിന്നെ വഹദാനിയത്ത് പ്രചരിപ്പിക്കുന്ന അഹ്ലുസുന്നയുടെ വക്താക്കള് താബഈങ്ങളെ പോലും റളിയല്ലാഹു അൻഹു എന്ന് പറയില്ല. അള്ളാഹ് പറഞ്ഞിട്ടില്ലേ? അപ്പൊ അത്രേ ഉള്ളൂ. പിന്നെ റഹിമഹുല്ല എന്ന് പറയുന്നത് നിങ്ങൾ മരിച്ചാല് നിങ്ങൾ ഷിർക്ക് പ്രചരിപ്പിക്കാതെ നിങ്ങൾ തൗഹീദിന്റെ വക്താവായിട്ട് ഫീസബീലായിട്ട് ജീവിച്ചിരുന്നു വെച്ചാൽ ഞാൻ നിങ്ങളെ പേര് എപ്പ പറഞ്ഞു അപ്പൊ റഹിമഹുല്ല അറിയും. അതിനിപ്പോ നിങ്ങൾ ഔലിയൊന്നും ആവണ്ടേ? അത്രേ ഉള്ളൂ. അന്യ പറയും. അപ്പൊ അൽ ഇമാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല, അത് നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. ആ റഹിമഹുല്ല പറഞ്ഞ് നിങ്ങൾ കുരുപൊട്ടണ്ട. നിങ്ങൾ അതിനെ കുറിച്ച് പറയുന്നത് എന്നതുപോലെ സുന്നികൾ ഇപ്പൊ അടുത്ത കാലത്ത് മരിച്ചു പോയപ്പോ കുത്തുബ് സമാൻ എന്നൊക്കെ നിങ്ങൾ ഈ കുത്തുബ് സമാൻ മറ്റുള്ള ഈ ഖദ്ദസിയും കുദ്ദസിയും പറയുമ്പോഴാണ് അതിനുള്ള ദലീലുണ്ട്. പറഞ്ഞോളി. ഖദ്ദസല്ലാഹുവിന്റെ അർത്ഥം എന്താ? അല്ല, എന്തോ അർത്ഥമാവട്ടെ, അതിന്റെ ദലീലുണ്ട് പറയും. അത് പറയാൻ പരിശുദ്ധമാക്കട്ടെ അത്രേ ഉള്ളൂ. എന്ത് അള്ളാഹ് പരിശുദ്ധമാക്കട്ടെ. അള്ളാന്റെ റസൂല്, അള്ളാന്റെ ഈ ആസാറ് സ്വഹാബയും അവിടെ നിന്ന് വരുന്ന ഈ പണ്ഡിത ശ്രേഷ്ഠന്മാരും നമുക്ക് അങ്ങനെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? ഖദ്ദസിയും കുദ്ദസിയും പറയാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? ഇല്ലാത്തത് നിങ്ങൾ ചെയ്യുള്ളൂ. ഇതാണ് പ്രശ്നേ. പറയാൻ പഠിപ്പിച്ചിട്ടുണ്ടോ? റഹിമഹുല്ല പറയാൻ പണ്ട് കാലം തൊട്ടേ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അവരുടെ മേൽ അള്ളാഹുവിന്റെ റഹ്മത്തുണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ അതിലെന്താണ് തെറ്റ്? അത് നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യല്ലേ. പിന്നെ ഉസ്താദെ നിസാമി ഉസ്താദെ, നമ്മളിപ്പോ നിങ്ങളുടെ ഈ ശാഖാപരമായിട്ടുള്ള ഭിന്നതകളൊന്നുമല്ല നമ്മളുടെ വിഷയം. അല്ലാത്തവരെ വിളിച്ചു തേടുന്ന, അത് മാനസിക രോഗത്തിന്റെ പിടിയിലകപ്പെട്ടുകൊണ്ട് വേങ്ങര ടൗണില് ചാണകത്തിന് തവാഫ് ചെയ്തിരുന്ന പോലും ആളുകളെ വിളിച്ചു തേടിക്കൊണ്ടിരിക്കുന്ന, അതുപോലെ തന്നെ സ്വന്തം ജീവിതത്തില് ഈ CM മടവൂരി എന്ന് പറയുന്ന ചിറ്റടിയത്തിൽ അബൂബക്കർ സ്വന്തം ഭാര്യയെ തൊലാക്ക് ചൊല്ലിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെ കുറിച്ചൊക്കെ ഉസ്താദ് കേട്ടിട്ടുണ്ടോ? ആ തൊലാക്കിന്റെ സാഹചര്യം എന്തായിരുന്നു നിങ്ങൾക്ക് അറിയോ?
അവർക്ക് അതിനുള്ള ആവശ്യം ഉണ്ടാവില്ല. ആവശ്യം ഉണ്ടാവൂല. ഒരു പെണ്ണ് കെട്ടിയിട്ട് ആ പെണ്ണിന് ചെലവിനും കൊടുക്കാണ്ട് ആ പെണ്ണിന്റെ അടുത്ത് കിടക്കാൻ പോകാതെ ഒരു ഉളുപ്പും ഇല്ലാതെ സുബൈദ വന്നിട്ട് ആ അബ്ബക്കറെ ആ പെണ്ണിന് എന്താടാ ചെലവിന് കൊടുക്കാത്തെന്ന് ചോദിച്ചപ്പോ ഒന്നും ചെല്ലി, രണ്ടും ചെല്ലി, മൂന്നും ചെല്ലി, അബ്ബക്കറാജിയുടെ മകളോട് അബ്ബക്കറാജിയുടെ വീട്ടിക്ക് പോയിക്കോളാൻ പറഞ്ഞ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ ഇത് സ്വന്തം നഫ്സിനോടും ആവശ്യമുള്ള സമയത്ത് എന്താ ആവശ്യം? എന്താ നിങ്ങൾ ഈ പറയുന്ന ഉസ്താദ്? നിങ്ങളൊരു കിതാബോധി പഠിച്ച ഉസ്താദല്ലേ? ഒരു പെണ്ണ് കെട്ടിയിട്ട് ഒരു പെണ്ണ് ഒരു പെണ്ണ് കെട്ടിയിട്ട് നിർബന്ധിപ്പിച്ച് കല്യാണം കഴിപ്പിച്ചിട്ടുണ്ടാവും. അല്ലേ നിക്കി നിർബന്ധിച്ചാൽ എങ്ങനെ ഈ കല്യാണം കഴിക്കൽ ഉണ്ടാകുക? ഒരു പെണ്ണ് കെട്ടിയിട്ട് ഒരു പെണ്ണിനെ, നിങ്ങളും പിന്നെ വിവാഹിതനല്ലേ? അല്ലേ? നിങ്ങൾക്ക് അല്ലായിട്ട് ഒരു ചിന്തയില്ല ഉസ്താദേ? ഞാൻ പറയുന്നത് അല്ല, നിങ്ങൾ പറയണത് ചിറ്റടി എത്തൽ അബ്ബക്കറിനെ ന്യായീകരിക്കാൻ വന്നാണ് നിങ്ങള്. എനിക്ക് അതിന്റെ ആവശ്യമില്ല. അതായത് അദ്ദേഹത്തിന് അതിന് ആവശ്യം ഉണ്ടെങ്കിൽ ഏതാവശ്യം? നല്ല സ്ഥിതിയിലായിരുന്നു. മൂപ്പരിക്ക് അതിന് ആവതില്ലെങ്കിൽ, അല്ലെ മൂപ്പരിക്ക്, ഞാൻ പച്ചക്ക് പറയാണ്, മൂപ്പരിക്ക് അതിന് ആവതില്ലെങ്കിൽ മൂപ്പര് കെട്ടാൻ പാടില്ലായിരുന്നോ? ഇത് കെട്ടിയിട്ട് പിന്നെ സമയത്ത് അദ്ദേഹം കെട്ടി. അത് സാധാരണ മനുഷ്യന്മാര് സാധാരണ മലക്കായോ? ആയിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. ആ സമയത്ത് മലക്കായോ? ആ സമയത്ത് മലക്കായോ? മാറിപ്പോയി. എന്ത് പിരാന്തായി? അതെ, ആല് മാറി. പിരാന്തായി. നിങ്ങൾ അങ്ങനെ തന്നെ പറയും. ആല് മാറി എന്ന് പറഞ്ഞിട്ട് ഈ സാധുക്കളങ്ങൾ പറ്റിക്കരുത്. പിരാന്തായി. എന്നാൽ പിരാന്തായി കഴിഞ്ഞാൽ തൊലാക്കി അല്ലാൻ ഒരു പിരാന്തും ഇല്ല. സൗപർണിക ലോഡ്ജിൽ പോയിട്ട് വാതിലടച്ചിട്ടിരുന്നിട്ട് കഞ്ചാവ് വലിക്കാനും ഒരു പിരാന്തും ഇല്ല. എന്താ ഉസ്താദേ? ഈ അങ്ങനെ പല രീതിയിലുള്ള പിരാന്ത് ഉണ്ടെങ്കിൽ ഉസ്താദെ ഒരു മിനിറ്റ് ആയിക്കോട്ടെ. ബുദ്ധി മറിഞ്ഞൊരു മനുഷ്യനാണോ നിങ്ങൾ? ഈ പിരാന്തനാണോ നിങ്ങൾ ഔലിയാണെന്ന് പറഞ്ഞ് നടക്കുന്നത്? ബുദ്ധി പറഞ്ഞിട്ട് ഔലിയാവൂലേ? ബുദ്ധി മറിഞ്ഞാലും ഔലിയാവോ? പിന്നെന്താ? ബുദ്ധി മറിഞ്ഞോലിക്ക് തക്ലീഫ് ഉണ്ടോ ഉസ്താദേ? തക്ലീഫില്ല. തക്ലീഫ് ഇല്ലാത്തൊരു പിരാന്തനാണോ നിങ്ങൾ ഔലിയ? അൽഹംദുലില്ലാ, അത് നിങ്ങൾ സമ്മതിച്ചാ മതി. തെക്കലീഫ് ഇല്ലാത്തൊരു പീരാന്തനാണോ നിങ്ങൾ ഔലിയ? ആ ഔലിയാനാണോ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്? ഇനി തെക്കലീഫ് ഉള്ളവൻ തന്നെ ആവട്ടെ. അള്ളാഹു ഔലിയ ആയിട്ട് അള്ളാഹുവിന്റെ സ്വർഗം വാഗ്ദാനം ചെയ്ത അശ്റത്തുൽ മുബശ്ശിരീനിൽപ്പെട്ട പ്രധാനിയായ ഔലിയാക്കളുടെ നേതാവായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തന്നെ ആവട്ടെ. ആ മഹാനോട് വിളിച്ച് പ്രാർത്ഥിക്കാന് അള്ളാഹുവിന്റെ റസൂൽ നിങ്ങളെ പഠിപ്പിച്ചിക്കണോ? ഏതെങ്കിലും സ്വഹാബത്ത് നിങ്ങളെ പഠിപ്പിച്ചിക്കണോ? ആ പറയപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ 7 അയലത്ത് എത്താൻ പറ്റുന്ന ചിറ്റടിയത്തിൽ അബൂബക്കർ എന്ന് പറയുന്ന ഭ്രാന്തിന്റെ അല്ലെങ്കിൽ മാനസിക രോഗത്തിന്റെ പിടിയിലകപ്പെട്ട ആളല്ലേ ഇപ്പൊ ഈ കൗമ വിളിച്ച് പ്രാർത്ഥിക്കണേ? നിങ്ങൾ അതിനെ പോയിട്ടൊന്ന് തൗതാരിച്ചിട്ടൊന്ന് നേരാക്കി ഉസ്താദെ. നിങ്ങൾ മൻസൂർ മണ്ണാർക്കാട് തൗഹീദ് പറയുന്നതിൽ വിരലി പിടിച്ചിട്ടല്ല വിളിക്കണ്ട്. ഇപ്പൊ കാര്യം തിരിഞ്ഞില്ലേ? അല്ല, ഇനിയിപ്പോ എന്താ ഇത് എന്തായാലും പുറത്തെ ആളുകൾ കേൾക്കും. ആ കേൾക്കുന്നവർക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലാവും ചെയ്യും. ആളുകൾക്ക് കാര്യം മനസ്സിലാവട്ടെ. ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ എന്റെ വീഡിയോയില് നമ്പർ വെക്കുന്നത്. നിങ്ങളെ പോലുള്ള ആളുകൾ വിളിക്കണം, വിളിച്ചിട്ട് ഇങ്ങനെ സമ്മതിക്കണം. ഒരു തക്ലീഫും ഇല്ലാത്ത മാനസിക രോഗമായ ഹാലുമറിഞ്ഞ് നടക്കുന്ന ആളുകൾ മരിച്ചിട്ട് മറവ് ചെയ്തിട്ട് അവിടെ ജാറം പൊക്കിയിട്ട് അവിടെ വെട്ടിയും മരവും വെച്ചിട്ട് അവിടെ ഉറൂസും മാമാങ്കവും നടത്തിയിട്ട് വിളിച്ചോളി മൗലായെന്നും പറഞ്ഞുകൊണ്ട് ഈ മയ്യത്തുകളോട് വിളിച്ചു തേടുന്ന പിഴച്ച, ഈ വിശ്വാസത്തിനേക്കാൾ പിഴച്ച വിശ്വാസവും പേര് നടക്കുന്ന ആളുകളാണ് നിങ്ങളെന്ന് നിങ്ങൾ തന്നെ നിങ്ങളുടെ വായ കൊണ്ട് തന്നെ പറയണം. ഇപ്പൊ ഉദാഹരണം ഞാന് ഇപ്പൊ പടവൂർ പോയാലും മമ്പുറം പോയാലും നമ്മളിപ്പോ എന്താ ചെയ്യാ? പാത്തി ഓതും തോറും അള്ളാഹു ഇവരെ ദർജ ഉയർത്തണം എന്തായിരിക്കും? അങ്ങനെ എല്ലാവരും അവരോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ? ഇനി അഥവാ അവരോട് എന്തെങ്കിലും സഹായം തേടുന്നുണ്ടെങ്കിൽ അതെന്താണ്? അള്ളാഹു നൽകിയ കഴിവ് കൊണ്ട് മാത്രം. അള്ളാഹു എവിടെയാണ് അവർക്ക് അങ്ങനെ നിങ്ങളെ സഹായിക്കാൻ കഴിവ് കൊടുത്തുകൊണ്ടെന്ന് പറഞ്ഞിരിക്കണേ? അതിന്റെ സബബ് എന്താണ്? നിങ്ങളൊരു മുസ്ലിയാരാണല്ലോ. മുസ്ലിയാരെ പറയും, മുസ്ലിയാരെ നിങ്ങളെടുത്ത് എന്തെങ്കിലും മരുന്നുണ്ടെച്ചാൽ പറഞ്ഞോളിയും. അള്ളാഹു ഒരു മരിച്ചു പോയ ഒരു മഹാന്റെ കഴിവ് കൊണ്ട്, അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട്, ആ കഴിവ് കൊണ്ട് നമ്മളെ സഹായിക്കുമെന്ന് എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? അതിന്റെ ദലീൽ എന്താണ്? ഹുജ്ജത്തിന് കൊള്ളുന്നതായിരിക്കണം. 2, അതിന്റെ സബബ് എന്താണ്? യാ അല്ലാഹ് സുറ. എത്രയോ ആളുകൾ സഹാബത്താവട്ടെ അതിന് ശേഷം ആവട്ടെ അവരുടെ റസൂലുള്ളാഹിന്റെ ഖബറിൽ പോയിട്ടും സഹാബത്തിന്റെ ഖബറിൽ പോയിട്ടും സഹായം തേടിയിട്ടുണ്ട്. സഹാബത്തിന്റെ ഖബറിൽ പോയിട്ടും സഹായം തേടിയിട്ടും ഉണ്ട് എന്നൊക്കെ നിങ്ങൾ പുതിയ നുണകൾ ഉണ്ടാക്കണം ഉസ്താദെ. റസൂലുള്ളാഹിന്റെ ഖബറിൽ പോയിട്ട് തന്നെ ഉണ്ട് എന്നുള്ള നുണയാണ് ഇപ്പൊ നിലവിലുള്ളൂ. ഇനി അതൊക്കെ പോട്ടെ, ഞാൻ ഇവിടെ ചോദിക്കണത് ജീവിതത്തിന്റെ
അവസാന മേഖലയില് ആ ഈ പറയപ്പെട്ട സർഫുൻ നഹവും മന്തിക്കും ഒക്കെ ഓതിയിട്ട് മറ്റുള്ള കിതാബുകളൊക്കെ വർഷങ്ങളോളം ഓതിയിട്ട് പിന്നെ ബാക്കിയാത്ത സ്വാലിഹാത്തിൽ പോയിട്ട് വെല്ലൂര് പോയിട്ട് ബാക്കവി ബിരുദവും എടുത്ത് വന്നിട്ട് ആ ഇവിടെ ഖതീബും ഇമാമും ഒക്കെ ആയിട്ട് ജോലി ചെയ്തിരുന്ന ഒരു മനുഷ്യൻ പുലിമൈദീൻ എന്ന് പറയുന്ന ഒരു ഏതോ ഒരു ജാഗ്രതാന്റെ കൂട്ടത്തിൽ കൂടി ആ അതിനുശേഷം വലിയോട് വലിയായിട്ട് ബുദ്ധി മറിഞ്ഞു. ആ ഈ ബുദ്ധി മറിഞ്ഞ ആള് അള്ളാന്റെ ഔലിയാണ് എന്നാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞു നടക്കുന്നത് അല്ലേ? അള്ളാന്റെ അങ്ങനെ ഔലിയ നിക്ക് 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 നിങ്ങള് നിക്കേ 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 ഇത് കേൾക്കണോലിക്ക് പ്ലീസ് ഒരുപാട് പ്ലീസ് നിങ്ങൾക്ക് നിങ്ങൾ നിർത്തൂല നിങ്ങൾ നിർത്തൂല നിങ്ങൾ നിർത്തൂല. എത്ര എത്ര മുടി ജട കുത്തിയവരാണ് ആ അള്ളാന്റെ ഇഷ്ടദാസന്മാരാണ്. നിങ്ങൾ വയത് പറയും കാരണം ഇത് എല്ലുമ്മ തട്ടി ഈ ഇത് അണ്ടിയോട് അടുക്കുമ്പോഴേ മാങ്ങട പുളി അറിയുള്ളൂ എന്ന് പറഞ്ഞപ്പോ മൻസൂറിന് മാങ്ങട പുളി നിങ്ങൾ അറിഞ്ഞു. ആ എത്ര എത്ര എന്നാ ഒരു മിനിറ്റ് ജട ഒരു മിനിറ്റ് കുത്തിയവരായ അതായത് നിങ്ങൾ നിങ്ങൾ കോയപ്പാപ്പ ചേട്ടി കോയ പാപ്പയൊന്നുമല്ല കോയ കാക്ക കോയ കാക്ക എന്ന് നിങ്ങളെ പാപ്പ ഏത് മൂപ്പര് ഇവിടെ നിൽക്കും ഈ പറയപ്പെട്ട ജിറ്റടിയത്തിൽ അബൂബക്കർ എന്ന് പറയുന്ന ആൾക്ക് നിങ്ങളെ സഹായിക്കുവാൻ അള്ള നൽകിയ കഴിവിൽ നിന്ന് നിങ്ങളെ സഹായിക്കും എന്ന വിശ്വാസത്തിൽ ആ വിശ്വാസത്തിന്റെ ദലീൽ എന്താണ്? സബബ് എന്താണ്? സിയം വലിയുള്ള സി എം അബൂബക്കറെ അദ്ദേഹം അള്ളാഹുവിന്റെ ഒരു മൂമിനായ മനുഷ്യനാണ്. മാനസിക രോഗമുള്ളത് നമ്മൾ കൂട്ടണോ അതോ വെട്ടണോ? അദ്ദേഹം മൂമിനായ മനുഷ്യനാണ്. മോമിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് അതാണ് അമാനത്ത്. അത് വലിയൊരു അമാനത്താണ്. ആ അമാനത്തുള്ള ആളാണോ കണ്ടോന്റെ കഫം മൂത്രമൊക്കെ എച്ചിലും പിന്നെ മൂക്കലൊക്കെ പാടെ മോദി കുടിച്ചത്? എന്ത് ഈമാനായിരുന്നു മൂപ്പരിക്കുള്ളത്? വൃത്തി ഈമാന്റെ ഭാഗല്ലേ? അല്ല വൃത്തി ഈമാന്റെ ഭാഗല്ലേ? വൃത്തികെട്ട പണിയെടുത്തോണൊക്കെ ഈ മോമിനാന്നും പറഞ്ഞ് നടക്കുക. അപ്പൊ ഈ വൃത്തി ഈ ഹദീസ് നിങ്ങൾ ഹദീസല്ലേ? ഞാൻ ഇപ്പൊ ചോദിച്ചത് ഇപ്പൊ ചിറ്റടിയത്തിൽ അബൂബക്കർ ഹദീസാണ്. എത്ര എത്ര മുടി ജട കുത്തിയവരായ, അതായത് കാണാനൊന്നും വൃത്തിയില്ലാത്ത എത്ര നന്നായി. എന്നിട്ട് അത് നന്നായില്ലേ? ജട കുത്തിയതും വൃത്തിയില്ലായ്മയാണ്. അല്ലേ ഇതൊക്കെ ആയിരിക്കും. പക്ഷെ അത് അള്ളാന്റെ അടുക്കല് ഭയങ്കര സ്ഥാനമുള്ള ലവ് റസൂൽ പറഞ്ഞേ ലവ് അക്സമ അലല്ലാഹി ലാ ബറ. ഉസ്താദേ ഇതാണ് നിങ്ങൾ ഈ തിരുമ്പും കുളിച്ചും ചെയ്യാതെ മുടിവെട്ടും നഖം വെട്ടും ചെയ്യാതെ ഉടുതുണി ഇല്ലാണ്ട് നടക്കുന്ന ആൾക്കാരെ ഏറ്റി കൊണ്ടുപോയിട്ട് കുഴിച്ചിടാനുള്ള തെളിവാക്കണത്. നഖം മുറിക്കണ്ട അതൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. അല്ല നിങ്ങളിപ്പോ പറഞ്ഞു ജട കുത്തിയ വൃത്തിമാന്റെ ഭാഗമാണ് പൊന്നാരാബിബേ. അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്ത് അത് സി എം മടവൂർ നിസ്കരിച്ചിരുന്നില്ല പൊന്നാരാബിബേ. സി എം മടവൂർ നിസ്കരിച്ചിരുന്നില്ല, നോമ്പ് അനുഷ്ഠിച്ചിരുന്നില്ല. എന്ത് തക്ലീഫ്? ഹാലുള്ള സമയത്ത് അദ്ദേഹം നിസ്കരിച്ചിരുന്നില്ലേ? ഹാലില്ലെങ്കിൽ സാധാരണ ഓരോ പോയിന്റ് ആയിട്ട് പോകാം. ഹാലുള്ള കാലത്ത് നിസ്കരിച്ചിരുന്നു മൂപ്പരിക്ക്. അത് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അതിനുള്ള കുറ്റം ഏൽക്കേണ്ടി വരും. അപ്പോ പറയട്ടെ ഉസ്താദെ. അതായത് തക്ലീഫ് ഉള്ള സമയത്ത് നിസ്കരിച്ചിരുന്നു, പിരാന്തായ സമയത്ത് നിസ്കരിക്കണ്ട സമ്മതിച്ചു. ഔലിയാകാൻ പറ്റുമോ? നിസ്കരിക്കണ്ട, നോമ്പോലിക്കണ്ട, ഒന്നും വേണ്ട, ബുദ്ധിയും ബോധവും വേണ്ട. അന്യന്റെ മൂക്കളെയും കഫം മോദി കുടിച്ചും അത് മുറുക്കാൻ ചണ്ടിയും ആശിന്റെ ഇതൊക്കെ പാടെ മോദി കുടിക്കും. അല്ല എന്നിട്ട് അതാണോ നിങ്ങളെ ഔലിയ? എന്താ ഔലിയാണ്? എന്ത് വിശ്വാസാണ്? പ്രാന്തന്മാരാണ് നിങ്ങളെ ഔലിയ അല്ലേ? ഈ സാധാരണക്കാര് അവർക്ക് ഒരു കുറ്റം ഉണ്ടാവില്ല. അപ്പൊ പിരാന്തന അത് മറ്റൊരു കാര്യമാണ്. ഔലിയാവൂല്ലേ എന്നുള്ളതാണ് ഇപ്പൊ നമ്മളുടെ ചർച്ച. പിരാന്തന്മാർ ഔലിയ എന്താ? അപ്പൊ പിരാന്തന്മാരാണ് നിങ്ങൾ ഔലിയാക്കന്മാരില് മിക്കവാറും. ഉക്കലാവും മജാനി എന്ന് പറഞ്ഞ പിരാന്തന്മാരില് ബുദ്ധിമാന്മാരുണ്ട്. ശരി. അപ്പൊ സി എം മടവൂര് പിന്നെ ബുദ്ധിമാനിലെ പിരാന്തനിലെ ബുദ്ധിമാനായിരുന്നു. റസൂലുള്ളാഹിന്റെ മുമ്പല് പൊട്ടി എന്ന് പറഞ്ഞപ്പോ ചില ആൾക്ക് എന്തായത് ചില അവരപ്പോ പല്ല് പൊട്ടിച്ച്. അപ്പൊ എന്താ അബൂബക്കർ സിദ്ദീഖിന്റെ പല്ല് പൊട്ടിക്കാഞ്ഞ് മറ്റേ സാഹിബിന്റെ പല്ല് പൊട്ടിച്ച്? അതൊന്നും ഒരു ചോദ്യമല്ല. ഒരു സ്വഹാബി ഇഷ്കിന്റെ ഭാഗമായിട്ട് അങ്ങനെ ഒന്ന് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊന്നും നിങ്ങൾ ലോക മുസ്ലിങ്ങൾക്ക് എല്ലാവർക്കും സുന്നത്താക്കണ്ട ഉസ്താദേ.
എന്തൊക്കെ നിങ്ങൾ ഈ പറയണത്? ഒരു ഉക്കലാവുൽ മജാനിൻ പിരാന്തന്മാരിലെ ബുദ്ധിമാൻ എന്നാ പറഞ്ഞത്. ബുദ്ധി ഉണ്ടിച്ചവൻ പിരാന്തനാകുവോ? പൊന്നാരന്റെ അത് നിങ്ങൾ പേരോട് പറയണ തള്ളും കേട്ടിട്ടല്ലേ നിങ്ങൾ ഈ പറയണത്? അല്ല കേട്ടിട്ടില്ല. പിരാന്ത് ബുദ്ധി ഉണ്ടിച്ച പിന്നെ പിരാന്ത് ഉണ്ടാകുവോ? പിരാന്തന്മാരിൽ ബുദ്ധിമാന്മാർ, അത് അള്ളാന്റെ അടുക്കലുള്ള സ്ഥാനമുള്ള ആൾക്കാർ. ആരെ പറഞ്ഞേ? അല്ല പറഞ്ഞോ അത്? നിങ്ങൾ ഏതെങ്കിലും പിരാന്തന്മാർ എന്തെങ്കിലും എഴുതി വെച്ചിട്ട് അതൊക്കെ നിങ്ങൾ കൊണ്ടു കിടക്കുക? ഹദീസ് അവിടെ നിക്കട്ടെ. റസൂലുള്ളാന്റെ ഹദീസിൽ പെട്ട അത് ഇബാദത്തിന്റെ മേഖലയിലുള്ള ആളുകളെ കുറിച്ചാണ് പറഞ്ഞത്. ചിറ്റടിയത്തിൽ അബൂബക്കർ അവസാന നാളുകളില് നിസ്കരിച്ചിരുന്നില്ല, നോമ്പ് ഉറപ്പിച്ചിരുന്നു. എന്താക്കെ നിങ്ങൾ നിസ്കരിച്ചാത്തെന്ന് ചോദിച്ചപ്പോ അന ഉസല്ലീബി മക്കത്താന്നും പറഞ്ഞിട്ട് കജിന്റെ വെള്ളം കാണിച്ചു കൊടുത്തിരുന്നു, കൈരേഖ. ഈ പറയുന്ന ആളെ കുറിച്ചല്ല റസൂലുള്ളാന്റെ ഹദീസ് ഉള്ളത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഫീസബീലായിട്ട് ജീവിക്കുന്ന ഇബാദത്തുകളൊന്നും ഭംഗം വരുത്താതെ ഫർലോട് ഫർലും സുന്നത്തും എടുത്തിട്ട്, ശരീഅത്താണ് കപ്പലാണ് ശരീഅത്ത് കപ്പലാണ്. ആ ശരീഅത്തിൽ നിന്ന് ജീവിച്ചിരുന്ന ആളുകൾക്ക് അതൊക്കെ നമുക്ക് അടിസ്ഥാനമാക്കാം. ഈ പീരാന്തന്മാർക്ക് എന്തിനാണ് നിങ്ങൾ ഈ ഹദീസ് കൊണ്ടുവരുന്നത്? പീരാന്തന്മാർക്കുള്ള ഹദീസ് പറയും. പിരാന്തന്മാർക്കുള്ള ഹദീസാണ് ഇത്, ഒന്നാമത്തെ ഹദീസ്. അതവിടെ വെക്കട്ടെ. അത് പീരാന്തന്മാർക്ക് എന്നല്ല പറഞ്ഞത്. മുടി ചട പിടിച്ച പീരാന്തായി എന്നാണോ? അതായത് മുടി ജട കുത്തി കാണാൻ വൃത്തിയില്ലാത്ത മുടി ജട കുത്തി ഹദീസ് ഏത് ഹദീസ് ഗ്രന്ഥത്തിൽ എത്ര നമ്പർ ഹദീസാണ്? ഞാനൊന്ന് നോക്കട്ടെ. പറഞ്ഞോളി. നിങ്ങൾ ഏതെങ്കിലും കേട്ടിട്ടില്ലേ? അതാ പൊന്നാര ഉസ്താദെ, പീരാന്തന്മാർക്ക് എന്നാണ് നിങ്ങൾ പറഞ്ഞത്. പീരാന്തന്മാർക്കുള്ള ദലീലാണ് ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞത്. ആ ഹദീസ് എനിക്ക് ഒന്നും കൂടി കാണണം. അതിൽ പീരാന്തന്മാരുണ്ടോ എന്നുള്ളത് ഒന്ന് നോക്കണം. ഹാലും ഇല്ല. നിങ്ങളൊരു വാറാവലയും കൊടുത്തിട്ട് പീരാന്തന്മാരെയൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചോളിന്ന് ഈ സാധുക്കളെ വിളിച്ച് ഇതാക്കാൻ വേണ്ടിട്ട് എന്തിനാ ഉസ്താദ്, എന്തിനാ നിങ്ങൾ ഈ ഇജാതി പണി എടുത്തുകൊണ്ട് കിടക്കുന്നത്? ആരാണ് വിളിച്ചു പ്രാർത്ഥിക്കുന്നത്? പിന്നെ എന്താ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്? അല്ല, ഓരോ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുണ്ടോ? നിങ്ങളല്ലേ ഇപ്പൊ നേരത്തെ പറഞ്ഞ മമ്പുറം തങ്ങളെ നിങ്ങൾ ഈ പീരാന്തന്മാർക്ക് കൊണ്ടുവരണ്ടല്ലേ? മമ്പുറം തങ്ങൾ റഹിമുല്ലാനെ നിങ്ങൾ ഈ പീരാന്തന്മാരെ ശ്രേണിക്ക് കൊണ്ടുവരണ്ട. നിങ്ങൾ അവിടെ പോയിട്ട് ഷിർക്ക് ചെയ്യേണ്ടി അതിന്റെ ഉത്തരവാദിത്തം നിങ്ങൾ മാത്രം ഏറ്റെടുത്താൽ മതി. ഞാൻ മമ്പുറത്ത് പോയ ആളാണ്. ഞാൻ സിയാറത്ത് അവിടെ പോയിട്ടുണ്ട് എന്ന് ഞാൻ സമ്മതിച്ചു കഴിഞ്ഞു. പിന്നെയും അതിനെ കുറിച്ച് നമുക്ക് നിങ്ങൾ കൂടണ്ട. നമ്മൾ ചിറ്റരിയത്തിൽ അബക്രമയാണുള്ളത്. മമ്പുറം തങ്ങള് റഹിമുല്ലാനെ നിങ്ങൾ കാണുന്ന പോലെയല്ല ഞാൻ കാണുന്നത്. ഒരു കാലഘട്ടത്തെ ഈ കേരളത്തിലെ പണ്ഡിതനായിരുന്ന അശ്ശരി ത്വരീഖത്തിന്റെ ഒക്കെ ഭാഗമായിട്ടാണെങ്കിൽ പോലും അഹ്ലുസുന്ന ഷാഫി മദ്ഹബിന്റെ അഹ്ലുസുന്ന എന്നുള്ള നിലപാടിൽ നിന്നുകൊണ്ട് ഈ ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി വീറോടെ നിന്ന മമ്പുറം തങ്ങളുടെ പൊന്നുമോൻ ഫസൽ കോയ തങ്ങളും ഇവരൊക്കെ ഞാൻ അംഗീകരിക്കുന്നുണ്ട്. ഓല ആരാധിക്കുക, ഓലോട് പോയിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതിനോടാണ് വിയോജിപ്പുള്ളത്. അതിപ്പോ ഓരോരുത്തർക്കൊന്നും പോകണമെന്നില്ല. നമ്മളെ പള്ളിക്കാട്ടിൽ പോയിട്ട് ആരോ കബറിങ്ങി സിയാർത്ത് ചെയ്യാലോ. സിയാർത്തൊന്നും ചെയ്യണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ശരി, അപ്പൊ പള്ളികൾ കബറുകൾ പോയിക്കൂടെ? അതിന്റെ പുറമെ മമ്പുറത്തും പോയിക്കൂടെ? മമ്പുറത്തും പോകാം. എന്താ പോണിന്? നിങ്ങള് ഇതൊരു ഈ ഒരു കൊല്ലം പോവോ? എന്തിന്? മമ്പുറം സിയാർത്തിനായിട്ട് ഞാനൊരു നിയ്യത്താക്കിയിട്ട് പോകുന്നില്ല. ഞാൻ ചിലപ്പോ തിരൂരങ്ങാടിക്ക് മീൻ വാങ്ങാനൊക്കെ പോകുമ്പോ ചിലപ്പോ അവിടേക്ക് കയറുകയൊക്കെ ചെയ്യും. മമ്പുറം സിയാർത്ത് എന്ന് പറഞ്ഞിട്ട് നിയ്യത്താക്കിയാൻ പോകൂലെന്ന്. ചിലപ്പോ അതിന് മുമ്പ് കൂടി പോകുമ്പോ ഞാന് സലാം പറഞ്ഞിട്ട് പോകും. അല്ല, സലാം പറയലും ഈ ചിറ്റടിയത്തിൽ അബൂബക്കറിനെ വിളിച്ച് പ്രാർത്ഥിക്കലും എന്ത് പറഞ്ഞാലും ഇപ്പൊ എന്താ തെറ്റ്? തെറ്റില്ലല്ലോ. ഇല്ലല്ലോ. അതായത് പറ്റ എന്താ വേണ്ട, ഭൂമിയായ മനുഷ്യന്റെ കബർ സിയാറത്ത് ചെയ്താൽ കൂലിന്റെ. നിങ്ങൾ മുമ്പത്ത് പോയി നിങ്ങൾ ചില നിങ്ങൾ നിസ്കരിക്കും നോലും പോലിക്കും ചെയ്യാത്ത ഈ പിരാന്തനായ ആളുടെ കാര്യം പറയുമ്പോ എന്തിനാ ഈ സ്വാലിഹീങ്ങളുടെ കാര്യം പറയണേ? ശരി, എന്നാ പിരാന്തൻ അല്ലാത്ത മമ്പർത്തങ്ങളെ കബറിന് പോയി സിയാറത്ത് ചെയ്തൂടെ? നിങ്ങൾ സിയാറത്ത് ചെയ്തോളി. മമ്പർത്തങ്ങളെ വിളിച്ച് തേടണ്ടെന്നേ പറഞ്ഞോളേ. വിളിച്ചു തേടാണ് പോയി സിയാറത്ത് ചെയ്യാ. അവിടെ സിയാറത്ത് ചെയ്യണ്ടെന്ന് ഇപ്പൊ ആരെയാ പറഞ്ഞത്? അവിടെ പാത്തി പോകാതെ ആദ്യം പോയിട്ട് ആ കബറിന്റെ മേലുള്ള ആ വൃത്തികേടൊക്കെ ഒന്ന് തച്ചു പൊളിച്ച് പൊളിച്ച് നിരപ്പാക്കാന് ആദ്യം നിങ്ങൾ ഈ നിസാമിമാരും സക്കാഫിമാരൊക്കെ തയ്യാറാകുക. പോയിട്ട് ഞാൻ പോയി ഈ പാത്തിയും സുഹൃത്തോ അല്ലാതെ ഞാൻ ഓടിയ പാത്തിന്റെയും സുഹൃത്തിന്റെയും ഹക്ക് കൊണ്ട് ഹക്കവിടെക്കട്ടെ. അങ്ങനെ മജ്ജത്തിന്റെ തലക്കുംഭാഗത്ത് പോയിട്ട് ഖുർആൻ ഓതാൻ ആരെങ്കിലും പഠിപ്പിച്ച്?
ഹജ്ജത്തിന് തലക്കുമ്പോ ഒരു ഖുർആൻ ഓതാൻ പാടില്ല എന്നാരും അല്ല പഠിപ്പിച്ചിരുന്നോ? അല്ല, ഖുർആൻ ഓതാന്ന് പഠിപ്പിച്ചിക്കണോ? ആ ഓതാന്ന് പഠിപ്പിച്ചിരുന്നു, ആരാണ് പഠിപ്പിച്ചത്? റസൂൽ പഠിപ്പിച്ചിരുന്നു. ആ തെളിവെന്ന് പറഞ്ഞാണേ ഏത് മയ്യത്തിന്റെ അതായത് തലക്ക്? അല്ല അല്ല ഞാൻ അല്ല, പറഞ്ഞ നിക്ക് 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 ആ നിക്ക് നിക്ക് നിങ്ങൾ അത് അതായത് എന്ന് ചോദിക്കാം. പറഞ്ഞിട്ട് നിങ്ങൾ കഥ പറയണ്ട. നിങ്ങൾ ഹദീസ് പറയും. റസൂലുള്ള ഖുർആൻ എവിടുന്ന് ഓതാ? ശുദ്ധിയുള്ള സ്ഥലത്ത് എവിടുന്ന് ഓതാ? ആ സാഹിബേ, അല്ല ആ ഉസ്താദെ, ആ ഉസ്താദെ ആ. ഹദീസ് പറയാനാ പറഞ്ഞത്. അതായത് ഹദീസ് നിൽക്കട്ടെ. ഇപ്പൊ ആ, ഖബറിന് പോയി അപ്പൊ സലാത്ത് തെളിവില്ല, അപ്പൊ ഖുർആൻ ഓതാൻ തെളിവില്ല, പാടില്ലെന്നുണ്ടോ? അപ്പൊ തെളിവില്ല. മയ്യത്ത് ഖബർസ്ഥാനിലല്ല അതല്ല ഞാൻ ഖുർആൻ ചോദിക്കാം, ഓതേണ്ടത്. നിങ്ങളോട് ഞാൻ ചോദിക്കണേ, ഖബറിന്റെ ഖബർസ്ഥാനിൽ അടുത്ത് പോയി ഖുർആൻ ഓതാൻ പാടില്ലെന്നുണ്ടോ? പരിശുദ്ധ ഖുർആനിലായത്തുണ്ടേ. എന്താ? ആ, അത് ഞാൻ പറഞ്ഞുതരാം. ആ ഇങ്ങള് ഇപ്പൊ ഇവിടെ ചോദിച്ചത് ഓതാനുള്ള തെളിവ് എന്താണ്, ദലീൽ എന്താണ്, ഹുജ്ജത്തിന് കൊള്ളാവുന്ന ആ അത് പിന്നെ അങ്ങനെ എങ്ങനെയെന്ന് അങ്ങോട്ട് വളച്ചു മൂക്ക് കുടിക്കണ്ട. ആ തെളിവിന്റെ പറഞ്ഞോളി. ആ ഇനി ഞാൻ പറയുന്നത് എന്താണ്? ഓതിക്കഴിഞ്ഞാല് ഖബറിൽ പോയി ഖുർആൻ ഓതാം. ഓതിക്കഴിഞ്ഞാൽ അതിന്റെ മിസ്ല സവാബ് അങ്ങോട്ട് കിട്ടുവോ? കിട്ടും. കിട്ടൂല എന്നാണ് ഷാഫി ഇമാമ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളപ്പോ സബുക്കിനൊന്നും നിങ്ങൾ ഇരുന്നിട്ടില്ലല്ലേ? ഉറക്കം തൂങ്ങിക്കാണല്ലേ? അല്ലല്ല, അല്ല വെറും ഓതിയോണ്ട് കാര്യമില്ല. അല്ല ഓതി അല്ല അവർക്ക് വേണ്ടി അല്ല ദുആ അല്ല ചെയ്യണം. ആ ഷാഫി ഇമാമ് സൂറത്ത് നജ്മിന്റെ 39-ാമത്തെ ആയത്ത് വ്യാഖ്യാനിച്ചുകൊണ്ട് അല്ലോമിലൂടെ വളരെ വ്യക്തമായിക്കൊണ്ട് പറയുന്നു, നിങ്ങൾ പ്രവർത്തിച്ചത് മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. നിങ്ങൾ മരിച്ച മയ്യത്തിന് വേണ്ടിയിട്ട് എത്ര ഓതിയിട്ട് പാർസൽ ചെയ്താലും അത് മണി ഓർഡർ ആക്കിയാലും അവർക്ക് എത്തൂലെന്ന് ഷാഫി ഇമാമിന്റെ ഗ്രന്ഥത്തിലുണ്ടല്ലോ. പിന്നെ എന്തിനാണ് നിങ്ങൾ ഷാഫിയാക്കൾ എന്നും പറഞ്ഞ് നടക്കുന്ന മറ്റേ എന്താണ്, നിങ്ങൾ റാഫിയാക്കളാണല്ലോ. നിങ്ങളുടെ ഇമാമ് ശരിക്ക് റാഫി ഇമാമും അതുപോലുള്ള ആളൊക്കെ ആണല്ലോ. അതെന്തോട്ടെ, അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ എന്റെ ഫോണിൽ മെമ്മറി തികയില്ല. നിങ്ങളുടെ സംസാരിക്കാം. അതല്ല, ഖബറിൽ പോയി ഖുർആൻ ഓതാൻ പറ്റില്ല. കാബറിങ്ങ പോയിട്ട് ഓതാനുള്ളതല്ല ഉസ്താദ് ഈ സാധനം. അതല്ല, ഇത് മയ്യത്തിനോട് പോയിട്ട് ഓതാ മറ്റൊക്കെ ഓതാ. ഇക്രവും അലാ മൗത്താക്കും സൂറത്ത് യാസീൻ ഉണ്ടല്ലേ? ഇക്രവും അലാ മൗത്താക്കും സൂറത്ത് യാസീൻ. ഇക്രവ് അല്ല മൗത്താക്കുന്നാണോ? അതെ. അതിന്റെ ഒന്ന് ലഫ്ല് ഒന്ന് അർത്ഥം വെച്ചാണ്. ഇക്രവു, നിങ്ങൾ ഓതിക്കോളൂ. അലാ മൗത്താക്കും, നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരുടെ പേരിൽ. സൂറത്ത് യാസീൻ എവിടെയാണ് പൊന്നാര ഹബീബേ ഈ ഹദീസ് ഉള്ളത്? ഈ ഹദീസിന്റെ കിതാബിലില്ലേ? എന്നാ ആ ഹദീസിന്റെ വാക്യം ചൊല്ലി. മറ്റൊരു ഹദീസ് എന്താണ് ഇദാ ഹദർതുമുൽ മരീദ അവിൽ മയ്യിത ഫഖൂലു ഖൈറ. അങ്ങനെ പിന്നെ അർത്ഥം വെച്ചാണ്, നിങ്ങൾ രോഗിയുടെ അടുത്ത് ഹാജരായാല്, മയ്യിത്തിന്റെ അടുക്കൽ ഹാജരായാല് നിങ്ങൾ പറഞ്ഞോളി ഖൈറ് പറഞ്ഞോളി. ഖൈറ് പറഞ്ഞോളി. ഇനി അതിന്റെ അവസാനം പറയും, ആ ഹദീസിന്റെ അവസാനം പറയും. നിങ്ങൾ കോട്ടി മാറ്റുന്നത് അവസാനത്തിൽ ഞാൻ പൊളിച്ചേരേ. അത് മതി നമുക്ക്. അല്ല അത് പോരെ, അതയിലില്ലേ? പറയുന്നത് ഒരു ഹൈറായ ഒരു കലാമും ഭൂമി ലോകത്തില്ലേ ഇല്ല. ശരി, ഞാൻ ഹദീസ് ഒന്ന് മുഴുവനായിട്ട് ഒറ്റ പ്രാവശ്യം ഒന്ന് പറയോ? ഇതന്നെ മതി. അതുപോലെ അതിന്റെ ബാക്കില് മലായികത്തിങ്ങൾ ആമീൻ പറയുന്നുണ്ട് എന്നുള്ള ഭാഗങ്ങൾ എന്തിനാ കട്ടുമുറിച്ച് തിന്നത്? ഏതിന് ഈ ഖുർആനോദിനാണോ ആമീൻ പറയണത്? അതെ. അപ്പൊ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാസീൻ, അപ്പൊ മലക്ക് ആമീൻ വൽ ഖുർആനിൽ ഹകീം. അപ്പൊ പിന്നെ മലക്ക് ആമീൻ, അങ്ങനെയാണോ? ഓരോ ആയത്തിനും ഹബീബേ, ഇത് മനസ്സിലായിട്ട് നിങ്ങൾ ഈ നോണയും പറഞ്ഞുകൊണ്ട് എന്തിനാ നടക്കുന്നത്? മരണമാസന്നനായ വ്യക്തിയുടെ അടുത്ത് യാസീൻ ഓതണം, യാതൊരു സംശയമല്ല. പഠിച്ചോളി, നിങ്ങൾക്ക് ഇനി ഞാൻ കിതാബ് ഞാൻ പഠിപ്പിച്ചു തരാം. മരണം മാസന്നനായ വ്യക്തിയുടെ അടുത്ത് യാസീൻ ഓതണം. അത് കഴിഞ്ഞിട്ടോ മരിച്ച ആളുടെ അടുത്ത് നിന്നുകൊണ്ട് നിങ്ങൾ നന്മ പറയണം. ഞാൻ പറയുമ്പോ ഇങ്ങോട്ട് പഠിപ്പിച്ചാണ് ഞാന്, പിന്നെ ഇങ്ങോട്ട് ഉസാനെ കയറി ചൊറിയരുത്. അപ്പൊ മരിച്ച ആളെടുത്ത് നിങ്ങൾ നന്മ പറയണം, നല്ലത് പറയണേ. മലായികത്തീങ്ങൾ നിങ്ങൾ പറയുന്നതിന് ആമീൻ പറയണു. അപ്പൊ എന്താണ് ഉസ്താദെ അവിടെ നന്മ? വേറെ ഹദീസ് ഉണ്ടല്ലോ ഉസ്താദെ. ഉസ്താദെ പൊന്നു ഉസ്താദെ, ഞാൻ പറയുമ്പോ അതൊന്ന് പൂർത്തിയാക്കാൻ നിങ്ങൾ സമ്മതിക്കും. അപ്പോ നിങ്ങൾ നന്മ പറയണേ, നല്ലത് പറയണേ, മലായികത്തീങ്ങൾ ആമീൻ പറഞ്ഞു അള്ളാന്റെ ഹബീബ് പറഞ്ഞപ്പോ സ്വഹാബത്ത് എന്ത് ചെയ്തു അറിയോ? അന്ന് സ്വഹാബത്തിന്റെ അടുത്ത് മുസാഫ് രൂപമൊന്നുമില്ല. ഓല് എല്ലും കല്ലും എഴുതി വെച്ച ഖുർആന്റെ വാക്യങ്ങളല്ല കൊടുക്കുന്നത്. അവരവിടെ നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച പ്രാർത്ഥന
അതെ. അതാണ് പ്രാർത്ഥിച്ചു. അപ്പൊ നിങ്ങൾ അപ്പൊ പറഞ്ഞു വെച്ചാല് ഞാൻ പറയുമ്പോ നിങ്ങൾ ഇങ്ങനെ തോക്ക് കയറി വെടിയേക്കണേ. അടുക്കൽ പോയിട്ട് എന്ത് മതി, അയാളെ കുറിച്ച് നല്ല പറഞ്ഞാൽ ആമീന് മലക്കൾ ഇങ്ങനെ ആമീൻ പറയാം. എന്നാ പറ അപ്പൊ ഉസ്താദെ, ഖുർആൻ പറ എന്നത് ഉസ്താദെ, വൈദാ ഉസ്താദെ, കുല്യൽ ഖുർആനോ ഉസ്താദെ, മുസ്തമിഉന ഉസ്താദെ, വഅൻസിതു ഉസ്താമിയെ, ലഅല്ലക്കും തുർഹമൂൻ. അലി ഹസൻ നിസാമിയെ, ശരിയാ. അലി ഹസൻ നിസാമിയെ, അതെ. അലി ഹസൻ നിസാമിയെ, അള്ളാന്റെ ഹബീബ് വഫാത്തായിട്ട് എത്ര ദിവസം ഭൗതിക ശരീരം ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു? ആ എത്ര ദിവസം ഉണ്ടായിരുന്നു? എത്ര ദിവസം ഉണ്ടായിരുന്നു? എത്ര ദിവസം ഉണ്ടായിരുന്നു? നമ്മളിവിടുത്തെ 2-3 ദിവസം ഉണ്ടായിരുന്നു. 2-3 ദിവസം അല്ലെങ്കിലും മൂന്നാം പക്കം 2 ദിവസം ഫുള്ള് ഇവിടെ ഈ ഭൂലോകത്തുണ്ടായിരുന്നു. ഏത് സ്വഹാബിയാണ് ഓതിയത് ആ മയ്യത്തിന്റെ അടുത്ത്? അവിടെ സ്വഹാബി ഖുർആൻ ഓതിയിട്ടില്ല, നല്ല പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? അല്ലേ 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 നിങ്ങള് ഇന്ത്യ അടുത്ത് ചോദ്യത്തിന് മറു ചോദ്യമല്ല വേണ്ടത്, ഉത്തരാണ് വേണ്ടത്. മയ്യത്തിന്റെ അടുക്കൽ ഖുർആൻ ഓതൽ ഹറാമാണ് അല്ലെങ്കിൽ അതൊരു ശിക്ഷാർഹമാണ് എന്നുള്ള ഉത്തരം നിങ്ങൾ സംസാരിക്കുന്നത്. അലി ഹസൻ നിസാമിയെ, നിങ്ങൾക്ക് വല്ല തർക്കമുണ്ടോ? അലി ഹസൻ നിസാമിയെ, അല്ലെങ്കിൽ കബറിൽ ഖുർആൻ ഓതിയാല് അലി ഹസൻ നിസാമിയെ, ശിക്ഷ കിട്ടുന്നു അലി ഹസൻ നിസാമിയെ, പറഞ്ഞോ? അലി ഹസൻ നിസാമിയെ കേൾക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 ദിവസത്തിൽ കൂടുതൽ ഭൗതിക ശരീരം മരണം സംഭവിച്ചിട്ടും വഫാത്തായിട്ടും ഈ ലോകത്തുണ്ടായിരുന്നു. ആരാണ്, എവിടെ ഇരുന്നാണ്, ഏത് സൂറത്തൊക്കെയാണ് ഓതിയത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായി ഏത് സൂറത്താണ് ഓതിയത്? ഏത് സ്വഹാബിയാണ് ഓതിയത്? ഉമർ റളിയല്ലാഹു അൻഹു വഫാത്തായി, ഉസ്മാൻ റളിയല്ലാഹു അൻഹു വഫാത്തായി, അലി റളിയല്ലാഹു അൻഹു വഫാത്തായി, ഇനിയിപ്പോ ഇവിടെ അല്ലെങ്കിലും ഏത് ലോകത്താണെങ്കിലും വഫാത്തായി. സ്വഹാബാക്കൾ 1,00,000 ചില്ലാനും സ്വഹാബാക്കൾ വഫാത്തായി. ഏത് സ്വഹാബിയുടെ മയ്യത്തിന്റെ അടുത്തിരുന്നാണ് ഓതിയത്? ഏത് സ്വഹാബിയുടെ കബറിങ്ങാണ് കത്തപ്പര കെട്ടിയത്? ഏത് സ്വഹാബിയുടെ കണ്ണൂക്കാണ് നടത്തിയത്? പിന്നെ ഏഴിന് അല്ലെ ഇന്റെ തീർന്നിട്ടില്ല. ഏത് സ്വഹാബിയുടെ 7-നുള്ള ദിക്റാണ് നടത്തിയത്? ഏത് സ്വഹാബിയുടെ അടിയന്തരാണ് നടത്തിയത്? ഏത് സ്വഹാബിയുടെ 14 നടത്തിയത്? 40 നടത്തിയത്? ഏത് സ്വഹാബിയുടെ ആണ്ടാണ് നടത്തിയത്? പറഞ്ഞോളി. അല്ല നിങ്ങളിപ്പോ ഇതിനൊക്കെ നിങ്ങൾ പോയിട്ട് നല്ലോണം തിന്ന് നല്ലോണം കായ് വാങ്ങി പോരുന്ന ആളല്ലേ? അതാ ഞാൻ ചോദിക്കാന്ന് വെച്ചാല്, ഈ മയ്യത്തിന്റെ അടുക്കലാവട്ടെ കബറിന്റെ അടുക്കലാവട്ടെ ഖുർആൻ ഓതിയാൽ അതിന്റെ വിധി എന്താ പറഞ്ഞാണ്? ഇമാം ഷാഫി റഹിമഹുല്ലാ, അല്ല ഞാൻ പറഞ്ഞു നിങ്ങളോട് ചോദിച്ചത് നിങ്ങളെ അഭിപ്രായത്തിൽ എന്താണ്? എന്റെ അഭിപ്രായം ഇസ്ലാം അല്ല, ഇതാണ് ഇപ്പൊ നിങ്ങളെ പ്രശ്നേ, ഇതാണ് നിങ്ങളെ പ്രശ്നം. നിങ്ങളെ അഭിപ്രായങ്ങൾ ഇസ്ലാമിൽ നിങ്ങളെ അഭിപ്രായങ്ങളായിട്ട് അങ്ങോട്ട് ഇറങ്ങി. എന്റെ അഭിപ്രായത്തിന് ഇവിടെ ഒരു വിലയില്ല. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് നജ്മ് നിങ്ങൾ പഠിച്ച വിധി എന്താണ്? ഖുർആൻ ഒന്നതിന്റെ വിധി എന്താണ്? പഠിച്ച വിധി തന്നെയാണ് ഇപ്പൊ ഈ പറഞ്ഞത്. സൂറത്ത് വിധി എന്താണ്? നിങ്ങൾ പറയാനയക്കാത്ത എന്താ? സൂറത്ത് നജ്മിന്റെ 39 ഈ പറയുന്നത് മരിച്ച മയ്യത്തിന്റെ അടുക്കല് അല്ലെങ്കിൽ കബറിങ്കല് ഖുർആൻ ഓതുന്നതിന്റെ വിധി എന്താണ്? അത് കൂലി കിട്ടോ, ശിക്ഷ കിട്ടോ? അതെന്നല്ലേ പറയാനായിക്ക് നിങ്ങളെ. നിങ്ങൾ കാമാൻ കൂളാവും. നിങ്ങൾ എന്തിനാ ഇങ്ങനെ വൈബ്രന്റ് ആവണേ? നിങ്ങൾ പറഞ്ഞോളി. പറയാം. അപ്പോ സൂറത്ത് നജ്മിന്റെ 39 ആയത്ത് വ്യാഖ്യാനിച്ചുകൊണ്ട് ഇമാമുന ഷാഫി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായിക്കൊണ്ട് പ്രതിപാദിച്ചിട്ടുണ്ട്, നിങ്ങൾ പ്രവർത്തിച്ചത് മാത്രമേ നിങ്ങൾക്കുള്ളൂ. നിങ്ങൾ ഖുർആൻ ഓതിയിട്ട് ഇർസൽ ചെയ്താൽ എത്തൂല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ പാഴ്വേല എന്തിനാ ചെയ്യണത്? അത് അടുക്കലാവട്ടെ കബറിങ്ങലാവട്ടെ ഓതിയാൽ കൂലി കിട്ടോ, ശിക്ഷ കിട്ടോ? ഇതാ എന്റെ ചോദ്യം. അവിടെ ഖുർആൻ ഓതിയാൽ കൂലി കിട്ടോ, ശിക്ഷ കിട്ടോ? അവിടെ എന്തായാലും കൂലില്ല എന്നുള്ളത് ഉറപ്പിച്ചില്ലേ? കൂലില്ല ഉറപ്പിക്കണേ. കൂലില്ല, അല്ലാണ്ട് റസൂൽ പഠിപ്പിച്ചിട്ടില്ല, സ്വഹാബത്ത് പഠിപ്പിച്ചില്ല, ആസാർ സ്വഹാബിയിലില്ല, സുന്നത്തിലും ഇല്ല. ഓതിയാള് മയ്യത്തിന്റെ അടുത്ത് ഇരുന്ന് ഓതിയതിനുള്ള തെറ്റ് കിട്ടും. അയാള് പോയിട്ട് നല്ല വൃത്തിയുള്ള സ്ഥലത്ത് പോയി ഇരുന്ന് ഓതട്ടെ. എന്തിനാ ഈ മയ്യത്തിന്റെ അടുത്ത് വന്നിട്ട് ഈ മയ്യത്തിന്റെ തലക്കുമ്പോ ഈ മയ്യത്തിന്റെ അടുത്ത് എന്തിനാണ് നിങ്ങൾ ഖുർആൻ ഓതുന്നത്? അത് മരിച്ചില്ല, അതിന് ചെവിയേക്കൂല. നിങ്ങളെ സി എം മടവൂരിന് കേൾക്കുന്നു ആ വിഷയം തന്നെ. ഞാൻ ചോദിക്കുന്നത്, ഖുർആൻ ഓതിയാൽ കൂലി കിട്ടോ, ശിക്ഷ കിട്ടോ? കൂലി കിട്ടൂല. കൂലി കിട്ടാതെ അങ്ങനെ റസൂൽ പറഞ്ഞു. പിന്നെ ഇങ്ങനെ കുരുപൊട്ടിക്കണ്ടേ? മോലിയരെ ഒന്ന് പറയട്ടെ. മോലിയരെ ഇങ്ങനെ ഈ ഇതാവണത് പറയാൻ സമ്മതിക്കേ? മയ്യത്തിന്റെ അടുത്ത് പോയിട്ട് അവിടുന്ന് ആരോ നല്ലോണം ക്ലാസ് എടുത്ത് തരുന്നുണ്ടല്ലോ, ആരെങ്കിലും ചോദിക്കേ. മയ്യത്തിന്റെ അടുത്ത് ഇരുന്നിട്ട് നിങ്ങൾക്ക് ഈ ഓതുന്ന ആൾക്ക് കൂലിയിട്ടാനാണോ അതോ മയ്യത്തിന് കൂലിയിട്ടാനാണോ?
ഇപ്പൊ നിങ്ങൾ രണ്ടും അല്ല പറ മയ്യത്തിന് കൂലിയിട്ടാനാണോ യോധന ആൾക്ക് കൂലിയിട്ടാനാണോ? രണ്ടുണ്ട്. ഈ അമ്മക്കും രണ്ടും രണ്ടും കൂലിയിട്ടാ. രണ്ടും നല്ല പള്ളി വൃത്തിയായിട്ട് പള്ളി ഇരിക്കണ്ടല്ലോ. ഈ മയ്യത്തിന്റെ അടുത്ത് ബിദഅത്തായിട്ട് ഒരു കാര്യം ചെയ്യണതിനുള്ള തെറ്റാണ് വരുന്നത്. അത് ബിദഅത്താണെന്ന്, അത് ബിദഅത്താണ്. നിങ്ങൾ റസൂലുള്ള കാണിച്ചിട്ടില്ല അങ്ങനെ ഒരു അങ്ങനെ അങ്ങനെ നിങ്ങളിപ്പോ പറഞ്ഞിട്ടുണ്ടല്ലോ, അതാണ് ലോക വിധത്ത്. ഏത് മയ്യത്തിന്റെ അടുത്ത് പോയിട്ട് പിന്നെ പ്രാർത്ഥിക്കാൻ, പിന്നെ മയ്യത്തിന്റെ അടുത്ത് പോയിട്ട് മയ്യത്തിന്റെ അടുത്ത് ഖുർആൻ ഓതാൻ റസൂലുള്ള പഠിപ്പിച്ചിക്കണോ? 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 ഖുർആൻ ഓതാൻ പാടില്ല റസൂൽ പഠിപ്പിച്ചിരുന്നോ? ഇതന്നെ നബിദിനെ നടത്താൻ പറ്റൂല എന്ന് പറഞ്ഞോ, നടത്താൻ പറ്റൂന്ന് പറഞ്ഞോ, ചോദിച്ചപ്പോ ഇതന്നെ മോലിയരെ, ഇതും ഈ ആളുകൾക്ക് ഇത് മനസ്സിലാവും. കാര്യം എന്താണെന്നറിയോ? ഒരു ബിദ്അത്ത് ഈ ഒരു അബദ്ധമല്ല. ഇതിന്റെ ബാക്കിൽ ഞാൻ വീഡിയോ ആയിട്ട് വിശദീകരിക്കുന്നുണ്ട്. ഈ ഫോൺ റെക്കോർഡിന്റെ ബാക്കിൽ ഞാനത് വ്യക്തമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. ഒരു ബിദ്അത്തായ ഒരു കാര്യം, ആ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യം നമ്മൾ പുതിയതായിട്ട് ദീനിലേക്ക് കൊണ്ടുവരുന്നത്, അതാണ് ബിദ്അത്ത്. പറയട്ടെ എന്തിനാ നിങ്ങൾ വൈബ്രന്റ് ആവണേ? ഇത് കേൾക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാവും. കൂലി കിട്ടും. ആയിക്കോട്ടെ. ഇത് കേൾക്കുന്ന ആളുകൾക്ക് മുജാഹിദിന്റെ കാര്യം മുജാഹിദീങ്ങളുടെ അടുത്ത് പോയിട്ട് പറയും. മൻസൂർ മണ്ണാർക്കാടിന്റെ അടുത്തല്ല പറയട്ടെ. മുജാഹിദിന്റെ കാര്യം മുജാഹിദീങ്ങളുടെ അടുത്ത് പോയിട്ട് പറയും. മൻസൂർ മണ്ണാർക്കാടിനോട് പറയേണ്ട കാര്യങ്ങൾ ഇവിടെ പറയാം. ശരി. എന്നാൽ കേട്ടോ, എന്താണ് ബിദ്അത്ത് എന്ന് പറഞ്ഞാല്? അതിന് പഠിപ്പിച്ചു തരണല്ലോ ഇപ്പൊ നിങ്ങക്ക്. എന്താ ബിദ്അത്ത് എന്ന് പറഞ്ഞാല്? പറഞ്ഞോ. ഇപ്പൊ ഇവിടെ ഈ ഒരു വിഷയം ബിദ്അത്താണ് എന്ന് പറഞ്ഞപ്പോ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് എവിടെയെങ്കിലും പറഞ്ഞുകൊണ്ടൊക്കെ ചോദിച്ചിട്ടാണ് നിങ്ങൾ എന്താണ് ബിദ്അത്ത്? അല്ല, നിങ്ങൾ കിതാബോധി പഠിച്ച ആളാണ്, നിങ്ങൾക്ക് ഞാൻ ബിദ്അത്ത് ഇനി പഠിപ്പിച്ചു തരണോ? ഉദാഹരണം മയ്യത്തിന്റെ അടുക്ക റൂമെന്നോ അല്ലെങ്കിൽ വേറെ റൂമെന്നോ സിറ്റ് ഔട്ടെന്നോ അത് ഖുർആൻ ഓതാൻ പാടില്ല, അത് വിദഗ്ധാന്ന് പറഞ്ഞ വാദമുണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ വിദഗ്ധ്. അതിലും വലിയ വിദഗ്ധ് ഇനി ലോകത്തില്ല. കഴിഞ്ഞോ? വിദഗ്ധ് എന്ന് പറഞ്ഞാൽ എന്ത്? പറഞ്ഞോ. വിദഗ്ധ് എന്ന് പറഞ്ഞാൽ ഖുർആന്, സുന്നത്ത്, ഇജ്മാ, ഖിയാസ് ഇവയിൽ ഏതെങ്കിലും ഒന്ന് വിരുദ്ധമായി പുതുതായി ഉണ്ടാക്കപ്പെടുന്നതാണ് പിന്നെ വിദഗ്ധ് എന്ന് പറയുന്നത്. എന്നാ പിന്നെ ഖുർആൻ മയ്യത്തിന്റെ അടുത്ത് ഓതാം എന്നുള്ളതിന് ഈ 4 കാര്യത്തിന് ഒരു തെളിവ് പറയാം. ആപ്പീസ് ഞാൻ പൂട്ടിത്തരാം. ഈ 4 കാര്യങ്ങളിൽ ഈ 4 കാര്യങ്ങളിൽ മയ്യത്തിന്റെ അടുത്ത് ഇരുന്ന് ഖുർആൻ ഓതാൻ തെളിവ് പറയാം. മയ്യത്തിന്റെ അടുക്കൽ ഖുർആൻ റസൂലുള്ള ഖുർആൻ ഓതാൻ പറഞ്ഞു. അത് മയ്യത്തിന്റെ അടുക്കൽ വെച്ച് ഓതാ, അടുത്ത് ഓതാ. ഞാൻ ചോദിച്ചത് മയ്യത്തിന്റെ അടുത്ത് ഈ 4 കാര്യങ്ങള്, പരിശുദ്ധ ഖുർആൻ, ഹദീസ്, ഇജ്മാ, ഖിയാസ്, ഞാൻ പറയുന്നു അള്ളാന്റെ റസൂലോ, ഇതിന് ഇതിന് വിരുദ്ധമായിട്ട് മൊത്തം പറ്റിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. മാ ഖാല അല്ലാഹു വമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആസാറു സ്വഹാബ. ഈ കാര്യത്തിൽ നിന്ന് ആയിക്കോട്ടെ, ആ ഇജ്മാഒക്കെ നമുക്ക് പഠിച്ചാ നിങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തരും. ഈ 4 കാര്യങ്ങളിൽ എന്ന് നിങ്ങൾ പറഞ്ഞു, ഇജ്മാവും ഖിയാസും ഒക്കെ പറഞ്ഞു. ഞാൻ പറയുന്നു മാ ഖാല അല്ലാഹു വമാ ഖാല റസൂലുള്ളാഹി ആസാറു സ്വഹാബ. ഈ 3 കാര്യത്തിൽ മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. 4ാമത് വേണ്ട. അവിടെ ഖുർആൻ ഓതാൻ ഹദീസിലില്ല. അവിടെ ഖുർആൻ ഓതാൻ ഹദീസിൽ തെളിവില്ല. ഏത് സഹാബിയാണ് ഈ ഹദീസ്, ഏത് സഹാബിയാണ് റസൂലുള്ളാഹിന്റെ അടുത്ത് ഖുർആൻ ഓതിയത്? അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ ഈ മനുഷ്യന്മാർ, ഈ പാമര ജനങ്ങളെ, ഈ യാക്കൗമിനെ നിങ്ങൾ ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കണ്ടല്ലോ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് ഏത് സഹാബിയാണ്? എന്താ നിങ്ങൾ ഈ ഇടയ്ക്ക് ഇങ്ങനെ വർത്തമാനം പറയുന്നത്? ഖുർആൻ ഓതാൻ പാടില്ല, നരകത്തിക്കാണ് കൂലി കിട്ടുന്നത്. അത് നിങ്ങൾക്ക് ശറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ലു മുഹ്ദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. ഇത് ഹദീസാണ്. ഇപ്പൊ നേരെ 9:05 അപ്പൊ നിങ്ങൾ, ഞാൻ ഖുർആൻ ഓതാണ്, അപ്പൊ നിങ്ങൾ പറഞ്ഞ 9:05 ഖുർആൻ ഓതൽ ബിദ്അത്താണ്. അങ്ങനെ ഞാൻ പറയില്ലോ. ഏത് നേരത്തും നിങ്ങൾക്ക് ഖുർആൻ എടുത്ത് ഓതാം. ഏത് നേരത്തും ഓതാം. അത് റസൂൽ 9:05 ഖുർആൻ ഓതിയിരുന്നോ? അല്ലേ, ഏത് നേരത്തും ഓതാം.
ആ ഏത് നേരത്ത് ഓതാം? അതാ പറഞ്ഞത് മരിച്ചവന്റെ അത് അടുക്കൽ അത് ഖുർആൻ അത് ഓതാ, അതിനുള്ള തെളിവാ വേണ്ടത്. ഖുർആൻ ഓതാ. മരിച്ചു അല്ല എന്നുള്ള മരിച്ചവന്റെ അവിടെ അടുക്കൽ ഖുർആൻ ഓതാൻ പാടില്ല സ്വഭാവത്തെ ആരെയും മരിച്ചോടത്ത് പറഞ്ഞിട്ടുണ്ടോ? അല്ല, മരിച്ചോടത്ത് ഖുർആൻ ഓതണമെങ്കിൽ ഈ 4 കാര്യങ്ങൾ, നിങ്ങൾ പറഞ്ഞ 4 കാര്യം കൊണ്ടോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ 3 കാര്യം കൊണ്ടോ തെളിവ് വേണം. അതെ മരിച്ചവർക്ക് ഖുർആൻ ഓതാൻ പാടില്ല എന്ന് പാ- ഓതോടും പറഞ്ഞിട്ടുണ്ടോ? അവിടെ മരിച്ചോടത്തുള്ള അതാബുകൾ എന്തൊക്കെയാണ്, മരണത്തിന് ശേഷം എന്താണ്, മരണത്തിന് മുമ്പ് എന്താണെന്നൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ല അവിടെ മരിച്ചവർക്ക് ഖുർആൻ ഓതാൻ പാടില്ല എന്ന് ഓതണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഖുർആൻ, പറഞ്ഞിട്ടില്ല. നിങ്ങൾ എന്ത് കിതാബാണ് മൂല്യം നിങ്ങൾ പഠിച്ചത്? ഞാൻ നിങ്ങൾ ചോദിക്കുന്നത് ഈ ഏതെങ്കിലും വിവരക്കേടായിട്ടാണോ ഈ മനുഷ്യന്മാരെ പഴപ്പിക്കാൻ നടക്കുന്നത്? അല്ല നിക്കേ, മരിച്ച അല്ല അടുക്കൽ ഖുർആൻ അലിയസ ഓതാൻ പാടില്ല നിസാമിയെ എന്ന് നിസാമിയെ പറഞ്ഞിട്ടുണ്ടോ? നിസാമിയെ അപ്പൊ നിങ്ങൾ 6 മാസം പഠിച്ചിട്ടില്ല, ഓൺലൈനിലും നിങ്ങൾക്ക് ബിരുദം കിട്ടിയിട്ടില്ല. അതവിടെ ആയിക്കോട്ടെ കട്ടെ, വേണ്ട. അതവിടെ കട്ടെ. ആ, ഇനി ആ, അലിയസൻ നിസാമിനെ കുറിച്ചിട്ട് എനിക്ക് ഒരു 5-6 നിസാമിമാര് എനിക്ക് പിന്നെ ബന്ധമുള്ള ആളുകളുണ്ട്, നല്ല ബന്ധമുള്ള തൗഹീദ് ആയിക്കോട്ടെ. ഉൾക്കൊണ്ട നിസാമിമാരുണ്ട്. ഞാനൊന്ന് അന്വേഷിച്ച് നോക്കട്ടെ. അപ്പൊ ഉം. അതൊക്കെ പിന്നെ ആ. ഇവിടെ ഈ വിവരം വെച്ചിട്ടാണോ നിങ്ങൾ ഈ മനുഷ്യന്മാരെ പേപ്പിക്കാൻ നടക്കുന്നത്? ഈ വിവരം നിങ്ങൾക്ക് വല്ല അനുസരിച്ച് വാർക്ക പണിക്കും പോയി കൂടെ മനസ്സാ? അതാ ഞാൻ അല്ല, ചോദിക്കുന്നത്. നിങ്ങൾ ഈ തലീക്കെട്ടും കെട്ടി തലയിൽ തൊപ്പിയും വെച്ചിട്ട് ഈ മനുഷ്യന്മാരെ വള്ളി ഇട്ടിട്ട് പേപ്പിച്ചാ നടക്കുന്നത് നിങ്ങളൊക്കെ ഈ പറഞ്ഞില്ലേ, രൂപത്തിൽ. നിങ്ങൾ കിതാബ് പറഞ്ഞില്ലേ, ഓതാത്ത, അതായത് ഒരു മനുഷ്യന്റെ കബറിന് പോയിട്ട് ഖുർആൻ ഓതാൻ പാടില്ല. അതുപോലെ ഒരു ഖുർആൻ മനുഷ്യൻ ഓതാൻ വീട്ടിൽ പാടില്ല ഒരാൾ മയ്യത്തുണ്ടെങ്കിൽ എന്നുള്ളതിനല്ല അവിടെ തെളിവ് വേണ്ടത്. അവിടെ നോക്കണം. ഒരു ഇല്ലാത്ത ഖുർആൻ കാര്യത്തിന് ഖുർആൻ ഓതുമ്പോ നോക്കണം അവിടെ മയ്യത്തുണ്ടോ, മോലിയരെ മയ്യത്തുണ്ടോ എന്ന് നോക്കിയാൽ മോലിയരെ അപ്പൊ അവിടെ ശിക്ഷാർഹമായി. മോലിയരെ നിങ്ങൾ പറഞ്ഞ മോലിയരെ വിജയത്തിൽ നരകത്തേക്ക്. ആ മോലിയരെ ആ മോലിയരെ ഉം. നിങ്ങൾ അങ്ങനെ അങ്ങോട്ട് മുട്ടായി ഉണ്ടാക്കണ്ട. അതായത് ദീനിലില്ലാത്ത, നിങ്ങൾ സംസാരിക്കാൻ അനുവദിക്കേ. ആയിക്കോട്ടെ ഞാൻ പറഞ്ഞു. ദീനിലില്ലാത്തൊരു കാര്യത്തിനല്ല തെളിവ് വേണ്ടത്, ദീനിലില്ലാത്തൊരു കാര്യം ഉണ്ടാക്കുമ്പോഴാണ്. അതായത് പറയൂ. ഖുർആൻ ദീനിലുള്ളതാണ് ഈ ഖുർആൻ മോലിയരെ ഓതുന്നത്. ഒന്ന് പറയാൻ ദീനില്ലാത്തല്ല. അനുവദിക്കേ, ഒന്ന് ആ പറയാൻ അനുവദിക്കുക. എനിക്ക് ആ ആവശ്യമുള്ളതായിക്കൊണ്ടു, ഇതിൽ മേലെ ആയി ഉം. കഴിഞ്ഞാൽ ആൾക്കാർ ഇത് കേൾക്കൂല. ഇത് ഉം. മണിക്കൂറായി. അപ്പൊ ആവശ്യത്തിനുള്ളതായിക്കണു. ആയിക്കോട്ടെ. പിന്നെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ദീനിലില്ലാത്തൊരു കാര്യത്തിനല്ല തെളിവ് വേണ്ടത്, ദീനിലില്ലാത്ത കാര്യം പുതുതായിട്ട് കൊണ്ടുവരുമ്പോഴാണ്. ആയിക്കോട്ടെ. ഖുർആൻ പറയട്ടെ, ഈ ആ ഖുർആൻ ഓതുക എന്നതും മയ്യത്തിന്റെ അടുത്ത് ഓതുക എന്നുള്ളതും രണ്ടും രണ്ടാണ്. അല്ലല്ല ആണേ അല്ലാന്ന് ആണേ മയ്യത്തിന്റെ അടുക്കൽ. മരിച്ചതിന്റെ അടുത്ത് പോയിട്ട് ഓതണം എന്നുണ്ടെങ്കിൽ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഹയാത്തിലുള്ള സമയത്ത് കുറെ സ്വഹാബികൾ വഫാത്തായിട്ടുണ്ട്. അപ്പൊ ആ നമുക്ക് പറയാം, അന്ന് ഖുർആൻ രൂപീകരിച്ചിട്ടില്ല, ആ അതായത് ക്രോഡീകരിച്ചിട്ടില്ല. ആ റസൂലുള്ള വഫാത്തായി, അന്നും നമുക്ക് പറയാം, ആ അന്നും പരിശുദ്ധ ഖുർആൻ ക്രോഡീകരിച്ചിട്ടില്ല. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു, ഉമർ റളിയല്ലാഹു, അവിടെയും പറയാം. ഉസ്മാൻ റളിയല്ലാഹുവിന് ശേഷം നമുക്ക് പറയാൻ പറ്റൂല, പരിശുദ്ധ ഖുർആൻ ക്രോഡീകരണം കഴിഞ്ഞു. ഏത് സ്വഹാബി മരിച്ചപ്പോഴാണ്, ഏത് സ്വഹാബിയാണ് ഖുർആൻ ഓതിയത്? അങ്ങനെയൊന്നും കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇവിടുന്ന് 4-3-7 ആള് വന്നിട്ട് പള്ളമരായിട്ട് കാലും പിരിയിട്ട് തലയിൽ കെട്ടിയിട്ട് പറയട്ടെ, കബറിനുള്ളിൽ വെച്ച് ഖുർആൻ പറയട്ടെ ഓതാൻ പാടില്ല, പറയട്ടെ മയ്യത്തിനുള്ളിൽ ഖുർആൻ ഓതാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളെ വാദം ഉണ്ടല്ലോ, അത് പറയട്ടെ ഇസ്ലാമിന് നിരക്കാത്ത വാദാണ്. ഇപ്പൊ പറഞ്ഞിട്ട് നിങ്ങൾ എന്നാ പറഞ്ഞോളേ. പറയൂ. ഐ ആ നിസാമിയെ, എന്താ നിങ്ങൾ ഈ അതല്ല. സഹിഷ്ണുത അല്ലാതെ നിങ്ങൾ ആ എന്ത് നിസാമിയാണ്? പറയട്ടെ, ആ നിങ്ങൾ എന്ത് മൂല്യര നിങ്ങള് ആയിക്കോട്ടെ പറഞ്ഞു കേക്ക്. പറഞ്ഞോളീന്നാ. അപ്പൊ ഇങ്ങനെ സ്വഹാബാക്കളൊന്നും കാണിക്കാതെ നിങ്ങൾ ഈ പള്ളമ 2 കാലും വെച്ചിട്ട് തലയിൽ കെട്ടും കൊറട്ടക്കെട്ടും കെട്ടിയിട്ട് നിങ്ങളാണ്ട് ഓതാന്ന് പറഞ്ഞാല് ആ അതിന് തെളിവ് എന്താന്ന് ഈ സാധു ജനങ്ങൾ ചോദിക്കും. അതിന്റെ അയ്യോ, തെളിവ് ഞാൻ നിങ്ങളെ പറഞ്ഞത്. മുമ്പിലുള്ള ഞാൻ ഇപ്പൊ പറയട്ടെ പറഞ്ഞില്ലേ, നിങ്ങൾ എന്നിട്ട് പറഞ്ഞോളൂ, നിങ്ങൾ വായിൽ പറഞ്ഞോളേ, നിങ്ങൾ ഇക്കറും വായിൽ പറഞ്ഞോളേ. ഉസ്താദും സുഹൃത്തെ അത് പറഞ്ഞില്ലേ, നിങ്ങൾ ആ ഹദീസൊക്കെ ഞാൻ വിശദീകരിച്ചു തരാം. അത് നിങ്ങൾ അവിടെ നിങ്ങൾക്കറിയാം, നിങ്ങൾ പറഞ്ഞ കിതാബ് ഓതി പഠിച്ച, മയക്ക് മാത്രം അല്ലേ, കൂടെ നിങ്ങൾ ഈ പറഞ്ഞ്. കിതാബ് ഓതി പഠിച്ച നിങ്ങൾക്ക് ഇതൊന്നും ആ അറിയില്ല എന്നുണ്ടെങ്കിൽ, കിതാബ് ഓതി ആ പഠിക്കാത്ത മൻസൂർ മണ്ണാർക്കാട്, ആ നിസാമി ബിരുദുള്ള നിങ്ങൾക്ക് ഇത് ഓതി പിന്നെ അർത്ഥം പറഞ്ഞുതരാ, പഠിപ്പിച്ചു തരാ. ആ പഠിപ്പിച്ചോളി. ആ അതിനൊന്നും ഇവിടെ ആ വിഷയമല്ല. നിങ്ങൾക്ക് വല്ല നിങ്ങൾ പഠിക്കാതെ നിങ്ങൾക്ക് വല്ല ഇൽഹാം ഉണ്ടായാലും അയാൾ ജിബിരിയിലെന്നോ ആരെയും പറഞ്ഞിട്ടുണ്ടാവും, അല്ലാതെ അല്ലേ നിങ്ങൾക്ക് ഇൽമുണ്ടാവില്ലല്ലോ. അല്ലെ ഞാൻ എനിക്ക് ഇൽമില്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെന്താ? നിങ്ങളെ പാളക്കിതാബുകളൊന്നും ഞാൻ ഓതി പഠിച്ചിട്ടില്ല എന്നേ പറഞ്ഞോളേ. ആയിക്കോട്ടെ, ഇപ്പൊ ഞങ്ങൾ നല്ല നല്ല കിതാബ് അപ്പൊ പഠിക്കുന്നുണ്ടോ? ഇങ്ങക്ക് ആ കാര്യം ഒക്കെ കേൾക്കാൻ, നിങ്ങളെ ചെവി കൂടി കേൾക്കേണ്ടത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ലാത്ത കുറവുള്ളൂ നിങ്ങൾക്ക്. അതെ ആ പറഞ്ഞോളി. ആ ഞാൻ അപ്പൊ ചോദിക്കുന്നുണ്ടല്ലോ. അപ്പൊ അല്ല, അതുകൊണ്ടാണല്ലോ അപ്പൊ ഈ പിന്നെ നിങ്ങൾ വലിയ നിസാമിയാന്നും പറഞ്ഞിട്ട് നിങ്ങളടുത്ത് ഞാൻ വർത്താനം പറയണത്. അതെ. അല്ലേ അല്ലേ ആ ആ നിങ്ങൾ സാധാരണക്കാര് നാടന്മാര് എന്ന് പറയുന്നതിൽപ്പെട്ട ആളാണ് ഞാനേ. ആ ആയിക്കോട്ടെ. ഞാനാണ് ഒരു നിസാമി എന്ന് പറയുന്ന ഒരാളെടുത്ത്. എന്തായാലും ആ ഇതില് നമ്പർ തുടക്കം മുതൽ അവസാനം വരെ ഉണ്ട്. ഇത് കേൾക്കുന്ന ആയിക്കോട്ടെ. ആളുകള് ഇത് ആൾക്കാർ കേൾക്കട്ടെ. ഇങ്ങളെടുത്തല്ല ഞാനിപ്പോ പറയണേ, ഇവിടെ വലിയ മുക്തിയൊന്നുമല്ലല്ലോ. ഇങ്ങളെടുത്തല്ല പറയണത്, ആ ഇങ്ങളെടുത്തല്ല പറയണത്. ഇത് ആ പിന്നെ വീഡിയോ ആയിട്ട് വരുമ്പോ അതില് ഈ നമ്പർ ഉണ്ട്. എല്ലാ നിസാമിമാര്, ആ സക്കാഫിമാര്, അതുപോലെ തന്നെ ആ അഹ്സനിമാര് എല്ലാവരും ദിവസം 2-3 ആള് വെച്ചിട്ട് വിളിക്കൊണ്ടോ ഇൻഷാല്ലാ. ആ അപ്പോ അത് ഓലെടുത്ത് പറഞ്ഞാണ്. ആ അപ്പോ ഉസ്താദേ, ആ ഇവിടെ നിങ്ങൾ തുടങ്ങിയത്, നിങ്ങള് ഒരു ആ ഒരു അടുക്കും ചുറ്റിയില്ലാണ്ട് ഈ വിളിച്ചു പോയത്. ആ നിങ്ങൾക്ക് എന്നെ പറഞ്ഞ് ഒന്ന് പിന്നെ ഇരുത്താൻ വേണ്ടിയിട്ടായിരുന്നു വെച്ചെങ്കിൽ വിഷയം ആ വേറെ എടുക്കണമായിരുന്നു. എനിക്ക് അങ്ങനെ ഇഷ്ടമുള്ള അല്ലേ, ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ആ അക്കീദാപരമായിട്ടുള്ള സ്ഥാനത്ത് തൊടാനേ പാടില്ല എൻ്റെ അടുത്ത്. ആ കാരണം നിങ്ങളെ അക്കീദ പയച്ചതാണ്. ആ
പിന്നെ നിങ്ങൾ ഫിഖ് പറയുന്നത് എന്റെ അഖില ഫിഖ് പൈച്ചാണ് ശരി, ആ ഞാൻ ഫിഖ് സമ്മതിച്ചു. ആ അതായത് ഞാൻ പറയുന്നു, അൽഹംദുലില്ലാ. ഞാൻ എന്നാ പറയുന്നു എന്നാ നീ- എന്നാ നിങ്ങൾ ചെല്ലി അഖില എന്നാ പൈച്ചാണ് ചെല്ലിം ഞാൻ പറയുന്നു. എന്നാ ചെല്ലിയ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ ചെല്ലിം. അത് അത് അല്ല അല്ല ഞാൻ അല്ല അല്ല നിങ്ങളോട് നിങ്ങൾ തുടക്കത്തിൽ തന്നെ നിങ്ങൾ പറഞ്ഞേ, അല്ല അല്ല ഞാൻ മൂലേരെ 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 വിശ്വസിക്കുന്ന ആളാണ്. ഞാൻ മൂലേരെ പറഞ്ഞില്ലേ, നിങ്ങളിപ്പോ ഇവിടെ നിങ്ങളെ അക്കീദ പേച്ചു നിങ്ങൾ സമ്മതിച്ചു കഴിഞ്ഞു. ഇതിൽ വോയിസ് എല്ലാരും കേട്ടാണ്. ചെല്ലിം നിങ്ങൾ അഷ്ഹദു അല്ലാ പറയുന്നത് എന്റെ ഇലാഹ അഖില ഇല്ലല്ലാ. പൈച്ചാണെന്ന്. അത് അല്ലെ ശരി, അഷ്ഹദു അതിപ്പോ അല്ലാ ഞാൻ ഇലാഹ ഇല്ലല്ലാ. പറയുന്നു നിങ്ങൾ അല്ലെ അഖില പൈച്ചാണ് നിങ്ങൾ ഞാനും പറയുന്നു. ഷഹാദത്തുലിമല്ലേ ആദ്യം അതിലൊന്നും ഇപ്പൊ വിഷയം നിങ്ങൾ തർക്കമില്ല. നിങ്ങൾ അല്ല ഉണ്ട് അതൊക്കെ തന്നെ ഞാൻ പറഞ്ഞില്ലേ. നോക്കൂ അക്കീദാപരമായിട്ട് എന്നൊക്കെ എന്റെ അടുത്ത് ഞാൻ സംസാരത്തിന് നിങ്ങൾ പറയുന്നത് വരരുത്. ഇത് ഫിഖ് പരമായിട്ട് വരാം. ഒരു മിനിറ്റ് ഇത് കേക്കി. അതായത് നിക്ക് നിക്ക് നിങ്ങൾ നിക്ക് നിക്ക് പറയുന്നത് ഇത് എന്താണ്? തീരുമാനമായിട്ട് മതി. ഇത് ശരി, തീരുമാനമായിട്ട് മതി. ഇത് ഞാൻ ഒരു തീരുമാനമായിട്ട് മതി. അതൊന്നും ഞാൻ അഷ്ഹദു അല്ലാ പറയുന്നില്ല. ഇലാഹ ഇല്ലല്ലാ. നിങ്ങൾ പറയുന്നത് എന്താണ്? എന്റെ അക്കീദ പൈച്ച നിങ്ങൾ പറയുന്നു എന്നാ ശരിയാണ്. ശരി എന്നാ ശരി ഉസ്താദെ അത് ഞാൻ പറയുന്നു ഉസ്താദെ നിങ്ങൾ അക്കീദ ഉസ്താദെ എന്താണ് പൈച്ചാണ് മുസ്ലിയാരെ ഞാൻ പറയുന്നു. മുസ്ലിയാരെ ആ നിസാമിയെ ആ നിസാമിയെ ആ. ഈ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ ആണല്ലോ നമ്മുടെ ഷഹാദത്ത് കലിമയുടെ പാർട്ട് 1. അതെ ശരിയാണ്. ഇത് നമ്മളുടെ ഇസ്ലാം കാര്യത്തിൽ ഒന്നാമത്തെ കാര്യമാണ്. അതെ ശരി. ഇതിന്റെ ഫർളുകൾ എന്തൊക്കെയാ ഉസ്താദ്? ഇതിന്റെ ഫർളുകൾ എന്തൊക്കെയാണ് നിങ്ങൾ പറയും. നിങ്ങൾക്കറിയാം അതിന്റെ പറഞ്ഞ എന്താ? നിങ്ങൾ പറയും. അറിയില്ലേ? ഇല്ല. ഒരു നിസാമി നിങ്ങളാണ് ഈ മനുഷ്യന്മാരെ ഉത്ബോധനം പോയി പഠിച്ചു മനസ്സാ ആദ്യം എന്താണ് ഷഹാദത്ത് കലിമയുടെ ഫർളും ഷർത്തും പഠിച്ചിട്ട് വരും. അതൊന്നും നിങ്ങൾക്കറിയില്ല. നിങ്ങൾ അത് പറയും. ശരി. അപ്പൊ നിങ്ങൾ പറഞ്ഞുതരാം. നിങ്ങൾക്കറിയില്ല. നിങ്ങൾ പറഞ്ഞുതരും ഒന്ന് പറഞ്ഞാൽ അല്ല അറിയിച്ചെങ്കി ഞാൻ ചോദ്യം ചോദിച്ചു നിങ്ങൾക്ക് അറിയില്ല എന്നാ പറഞ്ഞേ. ഇതുവരെയുള്ളത് പഠിച്ചത് ഞാൻ പറഞ്ഞു തന്നിട്ടൊന്നുമല്ലോ. പോയി പഠിച്ചേ ശരി. നിങ്ങളൊന്ന് പോയി പറഞ്ഞാൽ പഠിച്ചേ എന്താണ്? ഷഹാദത്ത് കലിമയുടെ ഫർള് പഠിച്ചിട്ട് വാ. എന്നിട്ട് വിളിക്ക് കേട്ടോ. ശരി, നിങ്ങളൊന്ന് പറഞ്ഞു. എനിക്ക് അറിയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാനിപ്പോ ഞാൻ എന്റെ വീഡിയോയില് പലതവണ പറഞ്ഞു കഴിഞ്ഞാണ് വീഡിയോ എടുത്ത് കാണുക. എനിക്ക് ഇങ്ങനെ ഈ ഒരു കാര്യത്തിൽ മാത്രമായിട്ട് ഒറ്റ പറഞ്ഞു തരണം. നിങ്ങൾ ഒരു മിനിറ്റ്. ഇത് മൂല്യന്മാർക്കൊക്കെ ഒരു ഗുണമാണ്. ഇത് ഞാനൊരു ഒരു പാവ മനുഷ്യൻ എനിക്ക് റംസാന് മുമ്പ് വിളിച്ചിരുന്നു. അന്ന് ഞാന് ഷഹാദത്ത് കലിമയുടെ ഫർള് ചോദിച്ചപ്പോ മൂപ്പര് ചൂടായിട്ട് ഇറങ്ങിപ്പോയി. ആ വീഡിയോ എങ്കിലും കണ്ടിരുന്നു വെച്ചാൽ എനിക്ക് വിളിക്കുമ്പോ ഷഹാദത്ത് കലിമയുടെ ഫർള് പഠിച്ചിട്ട് വിളിക്കുമായിരുന്നു. ഈ ഷഹാദത്ത് കലിമയുടെ എത്ര ഫർളാണ് ഉസ്താദേ? നിസ്കാരത്തിന് എത്ര ഫർളാണ്? അതൊന്നും എനിക്കറിയില്ല. നിസ്കാരത്തിന് എത്ര ഫർളാണ് ഇല്ലാത്ത ഇജ്ജാണോ അപ്പൊ എന്നെ വിളിച്ചിട്ട് ഈ തരത്തില് അല്ലെ എന്താണ് മൊയ്ലിയരെ? പറഞ്ഞത് പലരും ചിലര് 14 വരെ, ചിലർ 19 വരെയുണ്ട്. ചിലത് കൂട്ടും ചിലത് കുറക്കും. അതും പറഞ്ഞതൊക്കെ ഷാഫി മദ്ഹബ് പ്രകാരമുള്ള ഗ്രന്ഥങ്ങളിൽ ഈ കേരളക്കരയിലെ ഇരു സമസ്തകളും പഠിപ്പിക്കുന്ന നിസ്കാരത്തിന്റെ ഫർളുകൾ എത്ര? ഞാൻ ചിലവതൊന്നുമല്ല. ഒരു മിനിറ്റ്. നിങ്ങൾ പഠിപ്പിക്കുന്ന നിങ്ങളുടെ ഈ ഇരു സമസ്തകളും പഠിപ്പിക്കുന്ന ഞാൻ വീണ്ടും പറയുന്നുണ്ട്. അപ്പൊ നിങ്ങള് അതും പിന്നെ ഇനിയിപ്പോ പിന്നെ അഖീദയില് മാത്രല്ല ഫിഖിലും നിങ്ങള് പേച്ചുകൂണെന്ന് പറയേണ്ടി വരുമോ? മനസ്സിലാക്കിയല്ലോ. ഫിഖിൽ എനിക്ക് തിരുപാടില്ല എന്നുള്ളത്. അപ്പൊ നിസ്കാരത്തിന്റെ ഫർള് എത്രയെന്ന് നിങ്ങൾക്ക് അറിയില്ല. എങ്ങനെയാ നിങ്ങൾ നിസ്കരിക്കുന്ന നിസ്കാരം സ്വീകരിക്കപ്പെടുക? ഫർളൊന്ന് പാത്തില്ല നിസ്കാരം പോയില്ലേ മനസ്സാ? ഫർളിന്റെ എണ്ണം പഠിക്കണമെന്നുണ്ടോ? ഇത്ര അറിയണമെന്നുണ്ടോ? ചെയ്താ പോരെ? അത് ശരി. അപ്പൊ ആ നിസ്കാരത്തിൽ എത്ര ഫർള ഉള്ളെന്നില്ലാണ്ട് അറിയാണ്ട് എങ്ങനെ നിങ്ങൾ ആ ഫർള് എടുക്കുക? അതിന്റെ ആവശ്യമില്ല. ശരി. നിസ്കാരത്തിന്റെ ഫർള് എണ്ണം ഫർള് 14 ഇത് ഈ എണ്ണം ഇത്ര കറക്റ്റ് അറിഞ്ഞാൽ മാത്രം നിസ്കാരം 14 ഫർളും അറിയാത്തോ നിസ്കരിച്ചു കഴിഞ്ഞാൽ ആ നിസ്കാരം പാത്തിലാവും. നിസ്കാരത്തിന്റെ ഫർളുകൾ 14 എന്നുള്ളത് പറയാണ്ട പറഞ്ഞു. പിന്നെ ഇനി 19, 21 പോലെ അത് കൊടുത്ത് നിസ്കരിക്കട്ടെ. മുജാഹിദ് കോളേജില് പഠിപ്പിക്കുന്നുണ്ട്. മുജാഹിദ് കോളേജിലെ കാര്യം എന്റെ അടുത്ത് പറയണ്ട. നമ്മള് സമസ്ത പറയാം. ഞാൻ സുന്നിയാണ്. ഫസ്റ്റ് ഇയറില് എന്തുണ്ട് അവിടെ ഫിക്കുണ്ട്. ഫിക്ക് ഷാഫി തന്നെ. അതിന് പറയുന്നത് എന്താണ്? നിസ്കാരത്തിന്റെ 19. ഞാൻ അത് അംഗീകരിക്കുന്നു. എന്താ കാരണം വെച്ചാല് അവര് റുക്കൂലും സുജൂദിലും തുമൈനത്ത് എന്താണ് ഷാഫി ഒറ്റ കടിക്ക് തുമൈനത്ത് എണ്ണീറ്റാണ് 14 അറിഞ്ഞത്. അതിന് പറയുന്നതോ പിന്നെ 19 പറയാൻ കാരണം അത് തുമൈനത്ത് എണ്ണീറ്റാണ്. അപ്പൊ സംഭവം രണ്ടും കണക്കാനുണ്ട്. അപ്പൊ നിങ്ങള് ഫർളിന്റെ എണ്ണം കറക്റ്റ് അതിനൊന്നും കാര്യമില്ല. ശരി. അപ്പൊ പിന്നെ ഷഹാദത്തിന്റെ ഫർള് നിങ്ങൾക്ക് അറിയില്ല, നിസ്കാരത്തിന്റെ ഫർള് നിങ്ങൾക്ക് അറിയും. നോമിന്റെ ഫർളോ? നോമിന്റെ ഫർള് എന്താ? എത്രണ്ണ? 2 2. അപ്പൊ എന്താ ഈ 2 അറിയണം നിങ്ങൾക്ക് ഷഹാദത്തിന്റെ ഫർള് അറിയാണ്ട് പോയത്? ഷഹാദത്തിനെ കുറിച്ച് നിങ്ങൾ നിങ്ങളുടെ പാഠപുസ്തകങ്ങളിലും നിങ്ങളുടെ ദർസിലും നിങ്ങളുടെ അറബിക് കോളേജിലും ഒന്നും പഠിപ്പിക്കുന്നില്ല.
പഠിക്കും പോയിട്ട് ഈ പറയപ്പെട്ട നിസ്കാരമാണെങ്കിലും സക്കാത്താണെങ്കിലും അതുപോലെ തന്നെ നോമ്പാണെങ്കിലും ഹജ്ജാണെങ്കിലും കർമ്മപരമായിട്ടുള്ള ഏത് കാര്യം അത് അള്ളാഹു സ്വീകരിക്കപ്പെടണമെങ്കിൽ ഒന്നാമത് നമ്മളുടെ ഷഹാദത്ത് അത് ശരിയാവണ്ടേ ഉസ്താദെ? ഈ പറയപ്പെട്ട സമസ്ത എവിടെയും സമസ്ത എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നേ ഷഹാദത്ത് പറഞ്ഞാൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതായത് ഞാൻ സാക്ഷ്യം വഹിക്കുന്നത് എന്ത്, അതാ വിഷയം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ഇലാഹില്ല, വന്ന മുഹമ്മദ് റസൂലുള്ള, മുഹമ്മദ് നബി അള്ളാഹിന്റെ റസൂലാണ്. ഇതാണ് നമ്മൾ എന്താണ് മനസ്സിൽ ഉറപ്പിക്കേണ്ടത്. ഞാൻ ചോദിച്ചത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് കലിമയുടെ ഫറള് എന്താണെന്ന്, അതായത് ഇസ്ലാം കാര്യത്തിൽ ഒന്നാമത്തെ കാര്യമാണ്, അതിന്റെ ഫറള് എന്താണ്? അത് നമ്മൾ മനസ്സിൽ എന്ത് വേണം, ഉറപ്പിച്ച് വിശ്വസിക്കും. മനസ്സിൽ മനസ്സിൽ ഉറപ്പിക്കലാണ് ഈ ചെല്ലല്. അതാണ് മനസ്സിൽ ഉറപ്പിക്കലാണ് എന്ത് ഈ ഷഹാദത്ത് കലിമ. ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ തന്നെ സാക്ഷ്യം വഹിക്കുക. എന്താ സാക്ഷ്യം വഹിക്കേണ്ടത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇലാഹ ഇല്ല. എന്താണ് ഇലാഹ് പറഞ്ഞാല്? ഇലാഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലാഹായ നമ്മൾ വിശ്വസിക്കുന്ന ഇലാഹ. ഞാൻ കുറച്ചു വിളിക്കാം. ഇപ്പൊ നിങ്ങക്ക് ഒന്നും കൂടി എല്ലുമ്പോ തട്ടും. നിർത്തി നേരം പറഞ്ഞില്ലേ, നിങ്ങൾ ഏത് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം മാത്രം പറഞ്ഞിട്ട് പോകും. നിങ്ങൾ ഏത് പള്ളിക്കാണ് ജോലി ചെയ്തിരുന്നത്? ഏത് മദ്രസയാണ് നിങ്ങൾ കുട്ടികളെ പഠിപ്പിച്ചിരുന്നത്? അല്ല, എനിക്കറിയണ്ട. ഇത് കേൾക്കുന്ന ആളുകൾ പറയും ഞാനിത് ആളെ ചട്ടം കെട്ടിയിട്ട് വിളിപ്പിച്ചിരിക്കുകയാണെന്ന്. അപ്പൊ അതല്ലാന്നൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അല്ല പ്ലീസ് ഒന്ന് പറയും. പ്ലീസ് ചോദിച്ചിട്ടല്ലേ പറയും. ചോദിച്ചിട്ടല്ലേ? അതെ, അതിപ്പോ പറയേണ്ട ആവശ്യമില്ല. ഞാൻ തമാശക്ക് ഞാനവിടെ ഗൾഫിൽ പഠിപ്പിച്ചിരുന്നൊക്കെ ഉണ്ട്. ഗൾഫിലാണോ നിങ്ങൾ പഠിപ്പിച്ചിരുന്നത്? അല്ലാതെ ഈ കാര്യങ്ങളാണോ? അതായത് ഈ സി എം വലിയുള്ളാനെ ഔലിയാക്കായിട്ട് അവിടെയും നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിരുന്നോ? അതൊന്നും ഞാൻ പഠിപ്പിച്ചിട്ടില്ല. പിന്നെ ഇപ്പൊ എന്തിനാ ഇപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ചേക്കണ പോലെ? അതെങ്ങനെ പറയാം, ഞാൻ വിളിക്കും, വിളിക്കും. ഇനി നിങ്ങൾ ഇങ്ങനെ വിളിക്കുമെങ്കിൽ നിങ്ങൾ വിളിക്കുമ്പോ ഷഹാദത്ത് കലിമയുടെ ഫറലുകൾ എത്ര, അതെന്തൊക്കെ എന്ന് പഠിച്ചിട്ടേ നിങ്ങൾ വിളിക്കാൻ പാടുള്ളൂ. ഷർത്തിന്റെ ഫർദിന്റെ എണ്ണം നോക്കിയിട്ടല്ല. സുന്നി മുജാഹിദ് തർക്കമില്ലല്ലോ. ഇതിലൊന്നും സുന്നി മുജാഹിദ് തർക്കമില്ല ഉണ്ടോ? മൂല്യരെ ഷഹാദത്തിൽ തന്നെയാണ് സുന്നി മുജാഹിദും ഒക്കെ തർക്കിച്ചും കൊണ്ടിരിക്കുന്നത്. അതല്ല എന്റെ തർക്കം. ഞാൻ തർക്കിച്ചിട്ടുണ്ട്. ഞാൻ സുന്നിയാണ്, മുജാഹിദ് അല്ല. ഞാൻ തർക്കിക്കുന്നുണ്ട്. ഷഹാദത്ത് കലിമയുടെ ഫറലുകൾ നിങ്ങൾ സമസ്ത മദ്രസകളിൽ പഠിപ്പിക്കാറുണ്ടോ? ഷഹാദത്ത് കലിമ ഇല്ല. അതന്നെ, ഷഹാദത്തില്ലെങ്കിൽ നിങ്ങൾ ഈ തലകുത്തി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പട്ടിണി കിടന്നിട്ട് കാര്യമില്ല. അല്ല സ്വീകരിക്കണ്ടേ? അപ്പൊ ഷഹാദത്ത് കലിമ പഠിപ്പിച്ചത് ആരാണ്? ഷഹാദത്ത് കലിമയുടെ ഫർള് പഠിപ്പിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. റസൂലുള്ള പഠിപ്പിച്ചതിന് മാത്രമുള്ള ഷർത്തും ഫർളും ഉണ്ടാകുക. റസൂലുള്ള പഠിപ്പിക്കാത്ത നിങ്ങൾ ഷർത്തും ഞാന് ഷഹാദത്തിന്റെ ഷർത്തുകളും ഫർളുകളും വേർതിരിച്ച് തന്നെ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്റെ ചാനൽ ഏതാണ് കാണുന്നത് എന്നും കൂടി പറഞ്ഞു. അത് 3 ചാനലും കാണലുണ്ടോ? ഉണ്ടോ? 3 ചാനലും കാണലുണ്ട്. ആയിക്കോട്ടെ, എന്റെ മോന്ത കണ്ടാല് എന്തെങ്കിലും ഉപനെന്ന് കുറ്റം പറയണമെന്ന് പറഞ്ഞിട്ട് കാണലുണ്ടായിക്കോട്ടെ, നിങ്ങൾ കണ്ടോളൂ. എന്നാൽ ഷഹാദത്തിന് ഫർളുകൾ എത്ര? ചായ കുടിച്ചോളി. ചായ കുടിക്കുമ്പോ നിങ്ങളെ മനസ്സില് കിതാബ് ഓതി പഠിച്ചു എന്ന് പറയുന്ന നിങ്ങളുടെ മനസ്സിൽ, ബുദ്ധിയിൽ, ഓർമ്മയിൽ ഉണ്ടാവണം ഈ സാധുവായ മൻസൂറിങ്ങൾക്ക് ഒരു സംഭവം തന്നുകുണു എന്നുള്ളത്. എന്താണ് ഷഹാദത്ത് കലിമ എന്നുള്ളത്? ഈ അമലുകളൊക്കെ സ്വീകരിക്കപ്പെടണമെങ്കിൽ നമ്മളുടെ യഥാർത്ഥ വിവാദം